ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് സീവേജിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതിനു മുമ്പ് ആ BODയുടെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ആ പ്രോബ്ലം ഒന്ന് നോക്കാം, അല്ലെങ്കിൽ പിന്നെ സമയം കിട്ടില്ല. ഫസ്റ്റ് നമുക്ക് പ്രോബ്ലം നോക്കാം. എന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് ദ ഡിപ്ലീഷൻ ഓഫ് എ ഓക്സിജൻ ഈസ് ഫൗണ്ട് ടു ബി 2.5 mg per liter after incubating 2.5 ml of sewage diluted to 250 ml for 5 days at 20 degrees Celsius, then BOD of sewage is. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ തന്നിട്ടുണ്ട്. ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓക്സിജന്റെ കുറവ് എന്നുവെച്ചാൽ ഇനീഷ്യൽ ഡിസോൾഡ് ഓക്സിജൻ മൈനസ് ഫൈനൽ ഡിസോൾഡ് ഓക്സിജൻ, അല്ലെങ്കിൽ ഓക്സിജൻ റിക്വയർഡ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചില്ലായിരുന്നോ? BOD ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഓക്സിജൻ റിക്വയർഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡൈലൂഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഡൈലൂഷൻ റേഷ്യോ ആയിരുന്നു. അതിൽ ഓക്സിജൻ റിക്വയർഡ് ആണ് ഈ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നേക്കുന്നത് 2.5 ml ഓഫ് സീവേജ് ഡൈല്യൂട്ടഡ് ടു 250 ml ഫോർ 5 days. 250 ml 2.5 ml സീവേജ് ഡൈല്യൂട്ട് ചെയ്തേക്കണം. അപ്പൊ ഡൈല്യൂട്ടഡ് സാമ്പിള് നമുക്ക് നമ്മൾ ആ 300 ഞാൻ പറഞ്ഞില്ലായിരുന്നു, BOD ബോട്ടിലിന്റെ കേസ് പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന BOD ബോട്ടിൽ 300 ml BOD ബോട്ടില്
അപ്പൊ അതുപോലെ ഇവിടെ എടുത്തേക്കുന്നത് 250 ml ആണ്. 250 ml ആണ് വോളിയം ഓഫ് ഡൈല്യൂട്ടഡ് സാമ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് നമുക്ക് അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സീവേജ് സാമ്പിളിന്റെ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. അത് 2.5 ml. അപ്പൊ നമുക്ക് BOD ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ BOD എന്ന് പറയുന്നത് ഓക്സിജൻ റിക്വയർഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡൈലൂഷൻ ഫാക്ടർ. അതിൽ ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് വോളിയം ഓഫ് ഡൈല്യൂട്ടഡ് സാമ്പിൾ അതെന്ന് പറയുന്നത് നമ്മുടെ 250 ml ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് അൺഡൈല്യൂട്ടഡ് സീവേജ് സാമ്പിൾ. ആ സീവേജിന്റെ ആ ക്വാണ്ടിറ്റി അത് 2.5 ml ആണ്. അപ്പൊ അതാണ് ഡൈലൂഷൻ ഫാക്ടർ. അതിവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് BOD കിട്ടും. അപ്പൊ BOD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ റിക്വയർഡ് അല്ലെങ്കിൽ ഡിപ്ലീറ്റഡ് ഓക്സിജൻ അല്ലെങ്കിൽ ഇനീഷ്യൽ ഓക്സിജൻ മൈനസ് ഫൈനൽ ഡിസോൾഡ് ഓക്സിജൻ അത് തന്നേക്കുന്നത് 2.5 ആണ്. അപ്പൊ 2.5 മൾട്ടിപ്ലൈഡ് ബൈ ഡൈലൂഷൻ ഫാക്ടർ നമുക്കറിയാം. വോളിയം ഓഫ് ഡൈല്യൂട്ടഡ് സാമ്പിൾ ഇവിടെ തന്നേക്കുന്നത് 250 ആണ്. അൺഡൈല്യൂട്ടഡ് സീവേജ് സാമ്പിൾ തന്നിട്ടുണ്ട് 2.5 ml. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മതി. ഇതും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് 250 എന്ന് കിട്ടും. BOD 250 mg/L. അത്രയാണ് നമുക്ക് ഇവിടെ BOD കിട്ടുന്നത്. അങ്ങനെയാണ് സാധാരണ BODയുടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. ഇത് കഴിഞ്ഞ് AEയുടെ ലാസ്റ്റ് നടന്ന AEയുടെ ഇറിഗേഷൻ എക്സാമിന്റെ ഒരു പ്രോബ്ലം ആട്ടോ. ഇറിഗേഷൻ ആയിരുന്നോ PWD ആയിരുന്നു? ഇറിഗേഷൻ ആണെന്ന് തോന്നുന്നു. ഇറിഗേഷന്റെ പ്രോബ്ലം ആയിരുന്നു. സെയിം ഇതൊക്കെ തന്നെ, സെയിം വാല്യൂസും ഇത് തന്നെയായിരുന്നു തോന്നുന്നു. അപ്പൊ ജസ്റ്റ് ആ ഇക്വേഷൻ പഠിക്കുക. തന്നേക്കുന്നത് എന്താണെന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അത്രേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഫൈനലും ഇനീഷ്യൽ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് തരും ചില കേസിൽ. അപ്പൊ നമുക്ക് ഓക്സിജൻ റിക്വയർഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡിസോൾഡ് ഓക്സിജൻ മൈനസ് ഫൈനൽ ഡിസോൾഡ് ഓക്സിജൻ എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഓക്സിജൻ റിക്വയർഡ് അല്ലെങ്കിൽ ഡിപ്ലീറ്റഡ് ഓക്സിജൻ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ആ ഒരു കേസ് മാത്രം ഓർക്കുന്നത്. ഇങ്ങനെയാണ് BODയുടെ പ്രോബ്ലം ചോദിക്കാറുള്ളൂ. നമ്മുടെ BODയുടെ പ്രോബ്ലം കഴിഞ്ഞു. നമ്മുടെ ട്രീറ്റ്മെന്റ്, സീവേജിന്റെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. സീവേജിന്റെ ട്രീറ്റ്മെന്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് ഞാൻ പറഞ്ഞു പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, പിന്നെ സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. അതിൽ നമുക്ക് ടെർഷ്യറി ഡിസ്ഇൻഫെക്ഷൻ വരുന്നത് അത് നമുക്ക് ഇല്ല കേട്ടോ. അപ്പൊ പ്രിലിമിനറി നമ്മൾ നോക്കി സ്ക്രീനിങ് ഒക്കെ പറഞ്ഞ കേസ്, ഗ്രിപ്പ് ചേംബർ, ഡെട്രിറ്റസ് ടാങ്ക്, സ്കിമ്മിങ് ടാങ്ക് ഒക്കെ പറഞ്ഞാണ് പ്രിലിമിനറിയിൽ വരുന്നത്. പ്രൈമറിയിൽ നമ്മൾ സെഡിമെന്റേഷൻ ടാങ്കിന്റെ കേസ് പറഞ്ഞു. പിന്നെ കെമിക്കൽ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ അത് നോക്കി. ഇനിയുള്ളത് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറോബിക്കോ അനഎയറോബിക്കോ അങ്ങനെയുള്ള പ്രോസസ് ആയിരിക്കും. ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രോസസ് ആയിരിക്കും സെക്കൻഡറി ട്രീറ്റ്മെന്റ്. സെക്കൻഡറി ട്രീറ്റ്മെന്റില് സാധാരണ വരുന്നത് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് തന്നെ കുറച്ച് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നതനുസരിച്ചും അതിന്റെ വർക്കിംഗ് ഒക്കെ അനുസരിച്ച് ഡിഫറെന്റ് ആയിട്ട് കുറെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ സാധാരണ ഉള്ള നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് സാധാരണ നമ്മൾ സീവേജ് ട്രീറ്റ്മെന്റില് സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നത് ട്രിക്ലിംഗ് ഫിൽട്ടേഴ്സും ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും ആണ്. ട്രിക്ലിംഗ് ഫിൽട്ടേഴ്സും ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്, ഈ രണ്ട് കേസാണ് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് കൂടുതലും യൂസ് ചെയ്യാറ്. ഈ രണ്ട് മെത്തേഡിലാണ് സീവേജ് ഫിൽട്രേഷൻ പോസിബിൾ ആവുന്നത്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്. പിന്നെ കുറച്ച് മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിൽ സാധാരണ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്നത് ഇത് രണ്ടുമാണ്. ഇനി നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിനെ അത് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ ആ ഒരു എഫക്ട് കൊണ്ട് ക്യാരി ഔട്ട് ചെയ്യുന്നതാണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പൊ ബയോളജിക്കൽ ട്രീറ്റ്മെന്റില് എയറോബിക് പ്രോസസ് ഉണ്ട്, അനഎയറോബിക് ഉണ്ട്. അതുപോലെ തന്നെ എയറോബിക് അനഎയറോബിക് പ്രോസസ് അല്ലെങ്കിൽ ഫാക്കൾട്ടേറ്റീവ് ബാക്ടീരിയയുടെ പ്രസൻസ് കൊണ്ട് ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയറോബിക് പ്രോസസ്. ഈ പോർഷനിൽ ഞാൻ പറഞ്ഞു ഡിസൈൻ ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാനാണ് ഏതാണ് എയറോബിക് പ്രോസസ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ഈസ് എയറോബിക് ആണോ അനഎയറോബിക് ആണോ ഫാക്കൾട്ടേറ്റീവ് ആണോ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ എയറോബിക് പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജനെ കൺസ്യൂം ചെയ്തുകൊണ്ട് ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രോസസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസിൽ ക്യാരി ഔട്ട് ചെയ്യുന്നതാണ് എയറോബിക് പ്രോസസ്. അതിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ട്രിക്ലിംഗ് ഫിൽറ്റർ.
പറഞ്ഞ ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത് എയറോബിക് പ്രോസസ് ആണ്. അടുത്തത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, ASP എന്ന് എഴുതട്ടോ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. തേർഡ് വൺ എയറോബിക് സ്റ്റെബിലൈസേഷൻ പോൺസ്, എയറോബിക് സ്റ്റെബിലൈസേഷൻ പോൺസ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ പോൺസ് എന്ന് പറയും. ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ എയറേറ്റഡ് ലഗൂൺസ്, കുറെയൊക്കെ നമുക്ക് ആ നെയിമിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ട്രിക്ലിംഗ് ഫിൽറ്ററും ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും പെട്ടെന്ന് കിട്ടില്ല. ഇതിൽ രണ്ടിലും എയറോബിക്കും എയറേറ്റഡും ഉണ്ട്. അപ്പൊ അത് പെട്ടെന്ന് എയറോബിക് പ്രോസസ് ആണെന്ന് മനസ്സിലാവും. അപ്പൊ ഇത് 4 എയറോബിക് പ്രോസസ്സിൽ വരുന്നതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ട്രിക്ലിംഗ് ഫിൽറ്റർ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, എയറോബിക് സ്റ്റെബിലൈസേഷൻ പോൺസ് ഓർ ഓക്സിഡേഷൻ പോൺസ്, എയറേറ്റഡ് ലഗൂൺസ്. ഇതൊക്കെയാണ് എയറോബിക് പ്രോസസ്. ഇനി അടുത്തത് അനഎയറോബിക് പ്രോസസ്. നിങ്ങളുടെ നമുക്ക് ക്ലാസ് ഉള്ളു, അപ്പൊ ഇത്തിരി സ്പീഡിൽ പോവേ. അനഎയറോബിക് പ്രോസസ്. അനഎയറോബിക് പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ പ്രസൻസ് ഇല്ല, വിത്തൗട്ട് ഓക്സിജൻ പ്രസൻസ്. അവിടെ ഒരു അനഎയറോബിക് കണ്ടീഷൻ ആയിരിക്കും നമുക്ക് ഓക്സിഡൈസേഷൻ നടത്താനുള്ളത്. അപ്പോൾ വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ അനഎയറോബിക് പ്രോസസ് ആണ്. അനഎയറോബിക് പ്രോസസ്സിന് എക്സാമ്പിള് അതിലെല്ലാത്തിനോട് അനഎയറോബിക് ഉണ്ട്. അനഎയറോബിക് സ്ലഡ്ജ് ഡൈജഷൻ, anaerobic contact process, anaerobic filters, അതിലെല്ലാത്തിലും അനഎയറോബിക് ഉള്ള കാരണം പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അനഎയറോബിക് ലഗൂൺസ് ആൻഡ് പോൺസ്. നമ്മൾ ഇത്തിരി നേരം മുമ്പ് പറഞ്ഞ ഓക്സിഡേഷൻ പോൺസ് ഒക്കെ എയറോബിക്കും ഉണ്ട് അനഎയറോബിക് ഉണ്ട്. അതാണ് അനഎയറോബിക് ലഗൂൺസ് ആൻഡ് പോൺസ് ഒക്കെ വന്നത്. അതാണ് അനഎയറോബിക് ആയിട്ടുള്ള പ്രോസസ്സ്. പിന്നെ എയറോബിക് അനഎയറോബിക് പ്രോസസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതിന്റെ പേര് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. അത് ഇതിന്റെ രണ്ടിന്റെയും കൂടി കോമ്പിനേഷനാണ്. നെയിം ആണെങ്കിലും ട്രിക്ലിംഗ് ഫിൽറ്റർ എയറോബിക് അനഎയറോബിക് എന്ന് പറഞ്ഞാണ് അതിന്റെ നെയിം വരുന്നത്. നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ അനഎയറോബിക്കും എയറോബിക്കും ഏതൊക്കെയാണ് പ്രോസസ് എന്ന് മനസ്സിലാക്കിയിരിക്കാം. പിന്നെ എയറോബിക് അനഎയറോബിക് പ്രോസസ് തന്നെയാണ് ഫാക്കൾട്ടേറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. ഫാക്കൾട്ടേറ്റീവ് പ്രോസസ്. ഫാക്കൾട്ടേറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എയറോബിക് ബാക്ടീരിയ പ്ലസ് അനഎയറോബിക് ബാക്ടീരിയ രണ്ടിന്റെ കോമ്പിനേഷൻ ഉള്ളതാണ് ഫാക്കൾട്ടേറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് കണ്ടീഷനും ആ ഒരു കേസിൽ ഉണ്ടാവും, ഫാക്കൾട്ടേറ്റീവിന്റെ കേസിൽ. ഇനി നമ്മുടെ അനഎയറോബിക് പ്രോസസ്സിലാണെങ്കിൽ അവിടെ ഓക്സിജന്റെ പ്രസൻസ് ഇല്ല. പക്ഷെ ഡീകമ്പോസിഷൻ ചെയ്ത് കഴിയുമ്പോൾ, ഡീകമ്പോസിഷൻ ഒക്കെ നടന്നു കഴിയുമ്പോൾ അവിടെ ചില ഫൗൾ സ്മെല്ലായിട്ടുള്ള ഗ്യാസസ് ഒക്കെ ഇവോൾവ് ചെയ്യും. അതിന് ഭയങ്കര സ്മെല്ലൊക്കെയാണ്. പക്ഷെ എയറോബിക് പ്രോസസ്സിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ അതുപോലെ തന്നെ അനഎയറോബിക് പ്രോസസ്സിന്റെ കേസിൽ വരുമ്പോൾ ഈ എയറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത് ആസ് കമ്പയർഡ് ടു അനഎയറോബിക് ബാക്ടീരിയ കൂടുതൽ ആക്റ്റീവ് ആണ്, മോർ ആക്റ്റീവ്. അനഎയറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത് അപ്പോൾ ലെസ് ആക്റ്റീവ് ആണ്. അത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലാണ് സാധാരണ പറയുന്നത്, 30 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു ടെമ്പറേച്ചറിൽ അനഎയറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത് ലെസ് ആക്റ്റീവ് ആണ് ആസ് കമ്പയർഡ് ടു എയറോബിക് ബാക്ടീരിയ. അപ്പൊ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് എയറോബിക് ബാക്ടീരിയ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ എയറോബിക് അനഎയറോബിക് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ വേറൊരു 3 രീതിയിലും കൂടെ ക്ലാസിഫൈ ചെയ്യാം. അതാണ് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ്, സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ് ആൻഡ് കമ്പൈൻഡ് പ്രോസസ്. അങ്ങനെ ഒരു 3 ഹെഡിങ്സിൽ നമുക്ക് ഈ പ്രോസസ്സിനെ, സെക്കൻഡറി ട്രീറ്റ്മെന്റിനെ അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റിനെ ക്ലാസിഫൈ ചെയ്യാം. അത് അങ്ങനെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഒന്നുമില്ല. നമ്മൾ ഇനി പറഞ്ഞു പോകുമ്പോൾ ഓരോ ഫിൽറ്റേഴ്സിന്റെ കേസ് പറയുമ്പോൾ ഇത് എയറോബിക് ആണ്, അതുപോലെ തന്നെ സസ്പെൻഡഡ് ഗ്രോത്ത് ആണ്, അങ്ങനെ പറയും. അപ്പോൾ അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിൽട്ടർ മീഡിയം ഉണ്ടാവും. നമ്മൾ ഇനി ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ആ ട്രീറ്റ്മെന്റിൽ ഒരു ഫിൽട്ടർ മീഡിയം ഉണ്ടാവും. അപ്പൊ ആ മീഡിയയിൽ അറ്റാച്ച് ചെയ്തിരിക്കും.
എന്ത് മൈക്രോ ഓർഗാനിസംസ് ഈ മീഡിയയിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്താ ഈ ഒരു ഫിൽട്ടർ മീഡിയയിൽ ഒരു ലെയർ പോലെ ഫോം ചെയ്യും ഈ നമ്മുടെ ഓർഗാനിക് വേസ്റ്റ് വന്ന് അതിന്റെ മേളില് ഈ ബാക്ടീരിയ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ലെയർ പോലെ ഫോം ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ആ മീഡിയയോട് അറ്റാച്ച് ചെയ്ത്, ഇപ്പൊ സാൻഡ് ആണ് ഗ്രാവൽ ആണ് അതൊക്കെ ആയിരിക്കും മീഡിയ, അപ്പൊ അതിനോട് അറ്റാച്ച് ചെയ്ത് ാണ് അവിടെ പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിനെയാണ് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് എന്ന് പറയുന്നത്. അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് അതിന്റെ എക്സാമ്പിൾ ഒക്കെ നമുക്ക് കാണാട്ടോ. മൈക്രോ ഓർഗാനിസംസ് അറ്റാച്ച്ഡ് ടു ഇനേർട്ട് മീഡിയം ഓർ സ്പെഷ്യലി ഡിസൈൻഡ് സെറാമിക് ഓർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. മൈക്രോ ഓർഗാനിസംസ് അവിടെയുള്ള മീഡിയ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഈ ഒരു അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് എന്നുള്ള കേസിൽ. ഇനി രണ്ടാമതാണ് സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ്. സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ്സിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒരു സസ്പെൻഷനിലായിരിക്കും, ഒരവിടെ ഫിൽട്ടർ മീഡിയയിൽ അറ്റാച്ച് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. മൈക്രോ ഓർഗാനിസംസ് മെയിൻറ്റൈൻഡ് ഇൻ സസ്പെൻഷൻ വിത്തിൻ ദ ലിക്വിഡ് ബൈ എയ്തർ നാച്ചുറൽ ഓർ മെക്കാനിക്കൽ മിക്സിങ്. ആ മിക്സ് ചെയ്യുമ്പോൾ ആ മൈക്രോ ഓർഗാനിസംസ് ലിക്വിഡിൽ ഒരു സസ്പെൻഷനിൽ നിൽക്കുവാണെങ്കിൽ, അതായത് എവിടെയും ആ മീഡിയയിലൊന്നും അറ്റാച്ച് ചെയ്യാതെ ലിക്വിഡ് സസ്പെൻഷൻ ആണ് അവിടുത്തെ പ്രോസസ് എങ്കിൽ അതാണ് സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ്. Microorganisms maintained in suspension. സസ്പെൻഷനിലായിരിക്കും സസ്പെൻഷൻ ഗ്രോത്ത് പ്രോസസ്സിൽ. ഇനി കമ്പൈൻഡ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മീഡിയ ഉണ്ടാവും, അതിലും അറ്റാച്ച് ചെയ്യും, അതുപോലെ തന്നെ ലിക്വിഡ് ആ പ്രോസസ്സിന്റെ ഒരു ഘട്ടത്തിൽ അത് സസ്പെൻഷൻ ആ ലിക്വിഡ് മീഡിയയിലെ സസ്പെൻഷനിലും അത് റിട്ടൈൻ ചെയ്യും. അങ്ങനെയുള്ള കേസസ് ആണ് കമ്പൈൻഡ് പ്രോസസ്. ഈ ഫസ്റ്റ് രണ്ടാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ്സിൽ ആ മീഡിയ ആയിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും മൈക്രോ ഓർഗാനിസംസ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നത്. സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ്സിൽ മൈക്രോ ഓർഗാനിസംസ് മെയിൻറ്റൈൻ ഇൻ സസ്പെൻഷൻ ഇൻ ദ ലിക്വിഡ് ബേസ്. അത് രണ്ടുമാണ് രണ്ട് കേസ് വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ട്രീറ്റ്മെന്റ്, സെക്കൻഡ് ട്രീറ്റ്മെന്റിൽ ഫസ്റ്റ് വരുന്നത് ട്രിക്ലിംഗ് ഫിൽട്ടർ. ഒരു ഫിൽറ്റേഴ്സിന്റെയും വർക്കിംഗ് നമുക്ക് ഇല്ല കേട്ടോ, ജസ്റ്റ് കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ്. ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് നമ്മൾ പറഞ്ഞു, ഇതെന്ന് പറഞ്ഞാൽ ഏത് പ്രോസസ്സിന്റെ എക്സാമ്പിൾ ആയിരുന്നു? എയറോബിക് പ്രോസസ്സിന്റെ എക്സാമ്പിൾ ആണ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ്. അവിടെ ഓക്സിജന്റെ പ്രസൻസിലാണ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത് അതുപോലെ അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് ആണ്. അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആട്ടോ. എയറോബിക് ആണ് അനേറോബിക് ആണ് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രോസസ് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് ആണ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിന്റെ കേസിൽ. ഇനി ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിന് വേറെ പേരുകളും ഉണ്ട്. പെർക്കലേറ്റിംഗ് ഓർ സ്പ്രിംഗ്ലിംഗ് ഫിൽറ്റേഴ്സ്. percolating or sprinkling. Trickling filters are also known as percolating or sprinkling filters. പിന്നെ ഇത് ഈ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഈ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സീവേജിന്റെ ഫിൽട്രേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് അല്ലാതെ സീവേജ് ഫിൽട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സീവേജ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽട്ടർ, ഇന്റർമീഡിയന്റ് സാൻഡ് ഫിൽറ്റേഴ്സും കോണ്ടാക്ട് ബെഡും. ഇപ്പൊ നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ 3 സീവേജ് ഫിൽറ്റേഴ്സ് ആണുള്ളത്. ഇന്റർമീഡിയന്റ് സാൻഡ് ഫിൽറ്റേഴ്സ്, കോണ്ടാക്ട് ബെഡ്, പിന്നെ ട്രിക്ലിംഗ് ഫിൽറ്ററും. ഈ രണ്ടും നമുക്ക് ഇല്ല, ട്രിക്ലിംഗ് ഫിൽറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കേസിൽ സീവേജ് ഫിൽട്രേഷന് സാധാരണ യൂസ് ചെയ്യാറ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ആണ്. പിന്നെ അടുത്തൊരു പ്രോസസ് ആയിട്ട് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും ചെയ്യാറുണ്ട്. ഇത് രണ്ടും സീവേജ് ഫിൽറ്റേഴ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നമുക്കില്ല, ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ട്രിക്ലിംഗ് ഫിൽറ്റർ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രിക്ലിംഗ് ഫിൽറ്റർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ലോ റേറ്റ് ഫിൽറ്റേഴ്സും അല്ലെങ്കിൽ ഹൈ റേറ്റ് ഫിൽറ്റേഴ്സ്. അല്ലെങ്കിൽ ഈ ലോ റേറ്റിന് തന്നെയാണ് നമ്മൾ
കൺവെൻഷണൽ ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത്. കൺവെൻഷണൽ ട്രിക്ലിംഗ് ഫിൽറ്ററും രണ്ടാമത്തെയാണ് ഹൈ റേറ്റ് ഫിൽറ്ററും. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇവിടെ ഓർഗാനിക് ലോഡിംഗ് ആൻഡ് ഹൈഡ്രോളിക് ലോഡിംഗ് എന്ന് പറഞ്ഞ രണ്ട് ടേംസ് ഉണ്ട്. അതിന്റെ ബേസിസിലാണ് ഈ രണ്ട് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. കൺവെൻഷണൽ ട്രിക്ലിംഗ് ഫിൽറ്റർ തന്നെയാണ് കേട്ടോ ലോ റേറ്റ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് കൺവെൻഷണൽ ആൻഡ് ഹൈ റേറ്റ് ഫിൽറ്റേഴ്സ്. ഇനി ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിൽ ഒരു കോഴ്സർ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ മീഡിയം ഉണ്ടാവും. വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറയാം. ഒരു കോഴ്സർ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ മീഡിയം ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മൾ ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോ സെഡിമെന്റേഷൻ ടാങ്കിന്റെ കേസ് പറഞ്ഞപ്പോ 3 തരത്തിലുള്ള സെറ്റിലിംഗ് ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പ്രൈമറി, പ്രിലിമിനറി, പ്രൈമറി, സെക്കൻഡറി, അങ്ങനെ 3 സെറ്റിലിംഗ് ടാങ്ക് ഉണ്ട്. അതിൽ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി പ്രോസസ്സ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. പ്രൈമറി ആയിട്ട് നമ്മൾ പറഞ്ഞ സെഡിമെന്റേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സെറ്റിൽ ചെയ്യുന്നതാണ് പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക്. അപ്പൊ ആ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ സെറ്റിൽ ചെയ്തിട്ട് ഉള്ള ബാക്കിയുള്ള എഫ്ലുവന്റ് ആണ് ഈ ഒരു പ്രോസസ്സിലേക്ക് വരുന്നത്, ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിലേക്ക് വരുന്നത്. അപ്പൊ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ ഒരു മീഡിയ ഉണ്ട്. ആ മീഡിയയിലേക്ക് ഈ ഇൻഫ്ലുവന്റ് പാസ് ചെയ്യും. പാസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അകത്ത് അതൊരു ഇങ്ങനെ സാൻഡ് ഗ്രാവല് ഒരു ലെയറാണ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഈ സീവേജ് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഒരു അണ്ടർ ഡ്രെയിനേജ് ഒരു ട്രാപ്പ് ഉണ്ട്. ആ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ഉള്ള ആ ഒരു സ്ലഡ്ജിനെയൊക്കെ ക്യാരി ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു അണ്ടർ ഡ്രെയിനിങ് ഒരു ട്രാപ്പ് ഉണ്ട്. അപ്പൊ സീവേജ് ഫിൽറ്ററിൽ എന്തൊക്കെയുണ്ട്? കോഴ്സർ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ മീഡിയ ഉണ്ട്. പിന്നെ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവന്റ് അതിലേക്ക് വരുമ്പോൾ ഈ നമ്മുടെ ഓർഗാനിക് മാറ്റർ ഈ ഫിൽട്ടർ മീഡിയയുടെ മുകളിൽ ഒരു ലെയർ ആയിട്ട് ഫോം ചെയ്യും. ആ ലെയറിനെയാണ് സ്ലൈം ലെയർ അല്ലെങ്കിൽ നമ്മള് ഏതാ സ്ലോസ് ആൻഡ് ഫിൽറ്റേഴ്സ് പറഞ്ഞു സ്ലൈം ലെയർ അല്ലെങ്കിൽ ബയോഫിലിം എന്നൊക്കെ പറയുന്നത്. ഒരു ബയോഫിലിം ലെയർ അവിടെ ഫോം ചെയ്യും. എന്നിട്ട് ഈ ബയോഫിലിം ലെയറിൽ നമ്മുടെ ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പൊ ഓക്സിജന്റെ പ്രസൻസിൽ അവിടെ ബാക്ടീരിയ ഈ സീവേജിനെ ഈ ലെയറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട്, നമ്മൾ പറഞ്ഞ അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് ആണ്. അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ഈ ലെയറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അവിടെ ഡീകമ്പോസിഷൻ നടക്കും. എന്നിട്ട് അപ്പൊ ഓക്സിജൻ കൺസ്യൂം ചെയ്ത് ഈ ലെയറിന്റെ തിക്നെസ് കൂടി വരും. അപ്പൊ അതിന്റെ ടോപ്പ് സർഫസിൽ എയറോബിക് കണ്ടീഷൻ ആയിരിക്കും. അത് അടിയിലേക്ക് വരുന്തോറും നമുക്ക് ഓക്സിജൻ ഇല്ലാതെ വരുന്ന ഒരു കണ്ടീഷൻ വരും. അപ്പൊ അവിടെ ചെറുതായിട്ട് അനേറോബിക് കണ്ടീഷൻ ഫോം ചെയ്യും. പക്ഷെ ഇത് എയറോബിക് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ മുകളില് അങ്ങനെ എയറോബിക് കണ്ടീഷനിൽ ബാക്ടീരിയ ഈ ലെയർ എന്ന് പറയുന്നത് ബയോഫിലിം എന്ന് പറയുന്നത് തിക്നെസ് കൂടി വരും. എന്നിട്ട് താഴെ അനേറോബിക് കണ്ടീഷൻ ആയതുകൊണ്ട് പിന്നെ അവിടെ ബാക്ടീരിയ ഇല്ല. അപ്പൊ നമുക്ക് ആ ഒരു ലെയറിനോട് അറ്റാച്ച് ചെയ്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അനേറോബിക് കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും ഈ ലെയർ, ഈ സ്ലൈം ലെയർ എന്ന് പറയുന്നത് അവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് പോരും. എന്നിട്ട് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഈ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് നിന്ന് കിട്ടുന്ന എഫ്ലുവന്റ് അടുത്ത ഒരു സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലേക്കാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്നായിരുന്നു ഇൻഫ്ലുവന്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിലേക്ക് പാസ് ചെയ്ത്. എന്നിട്ട് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം വഴി കുറച്ച് നമുക്ക് ആ ഫിൽറ്റർ മീഡിയ ഡ്രെയിൻ ചെയ്ത് പോയതൊക്കെ അവിടെ ആ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം വഴി കളക്ട് ചെയ്തു. ബാക്കിയുള്ള എഫ്ലുവന്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് അവിടെ സെറ്റിലിംഗ് നടക്കും. അപ്പൊ സ്ലഡ്ജ് അവിടെ സെറ്റിൽ ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എഫ്ലുവന്റ് കിട്ടും. അതാണ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിൽ നടക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ കേസിലും തന്നെ ഈ സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക് ഉണ്ടാവും. അതിലേക്ക് എഫ്ലുവന്റ് പാസ് ചെയ്തിട്ട് അവിടെ ആയിരിക്കും സെറ്റിലിംഗ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ സ്ലൈം ലെയറിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോരും എന്ന് പറഞ്ഞില്ലേ. ഈ അനേറോബിക് കണ്ടീഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ സ്ലൈം ലെയർ ഡിറ്റാച്ച് ചെയ്ത് പോരും നമ്മുടെ ഫിൽറ്റർ മീഡിയയിൽ നിന്ന്. അങ്ങനെ ഡിറ്റാച്ച് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്നതാണ് സ്ലൗവിങ്. അതിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ബോർഡിൽ എഴുതുന്നത് മതി കേട്ടോ, നമുക്ക് പോയിന്റ്സ് ആയിട്ടുള്ള. സ്ലൗവിങ് എന്ന് പറയും.
Sloughing. Scoring of slime layer. Sloughing എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ slime layer സ്കോർ ചെയ്ത് പോരുന്ന ആ ഒരു പ്രോസസ്സിനാണ് sloughing എന്ന് പറയുന്നത്. അത്രയാണ് മെയിൻ ആയിട്ടുള്ളത് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിൽ. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ആ ഒരു ഹൈഡ്രോളിക് ലോഡിങ്ങിന് ഓർഗാനിക് ലോഡിങ്ങിന് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റും ഓർഗാനിക് ലോഡിംഗ് റേറ്റും എന്താന്ന് നോക്കാം. ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ്. ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലോ ഇൻക്ലൂഡിംഗ് റീസർക്കുലേഷൻ അപ്ലൈഡ് ഓൺ യൂണിറ്റ് ഏരിയ ഓഫ് ദ ഫിൽറ്റർ. റീസർക്കുലേഷൻ എന്താന്ന് പറയാട്ടോ. ടോട്ടൽ ഫ്ലോ ഇൻക്ലൂഡിംഗ് റീസർക്കുലേഷൻ. ഇനി ഓർഗാനിക് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 day 20 degrees Celsius BOD excluding BOD of the recirculation. ഈ റീസർക്കുലേഷൻ എക്സ്ക്ലൂഡ് ആണ്, എക്സ്ക്ലൂഡിങ് റീസർക്കുലേഷൻ. അതാണ് ഓർഗാനിക് ലോഡിംഗ്. ഇനി റീസർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഇൻ റിട്ടേണിംഗ് എ പോർഷൻ ഓഫ് ട്രീറ്റഡ് ഓർ പാർട്ട്ലി ട്രീറ്റഡ് സീവേജ് ടു ദ ട്രീറ്റ്മെന്റ് പ്രോസസ്. ഇതില് നമ്മൾ ഓൾറെഡി ട്രീറ്റ് ചെയ്ത ട്രിക്ലിംഗ് ഫിൽറ്റർ ഒക്കെ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത സ്ലഡ്ജ് സീവേജ് അല്ലെങ്കിൽ അൺട്രീറ്റ് ചെയ്ത സീവേജ് വീണ്ടും ട്രിക്ലിംഗ് ഫിൽറ്ററിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ അതിന് ആ ഒരു പ്രോസസ്സാണ് റീസർക്കുലേഷൻ എന്ന് പറയുന്നത്. റീസൈക്കിൾ ചെയ്യുമല്ലേ, റീസർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ സർക്കുലേറ്റ് ചെയ്യുക. റീസർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ട്രീറ്റ് ചെയ്ത സീവേജ് അല്ലെങ്കിൽ മുഴുവനായിട്ട് ട്രീറ്റ് ചെയ്ത അല്ലെങ്കിൽ പാർട്ട്ലി ട്രീറ്റ് ചെയ്ത സീവേജ് നമുക്ക് എഫ്ലുവന്റ് ഒക്കെ ആയിട്ട് കിട്ടിയില്ലേ. നമുക്ക് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിൽ ഒരു സീവേജ് സ്ലഡ്ജ് ഫോം ചെയ്തെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പാർട്ട്ലി ട്രീറ്റഡ് ആയിട്ടുള്ളതോ കംപ്ലീറ്റ്ലി ട്രീറ്റഡ് ആയിട്ടുള്ള സീവേജിനെ വീണ്ടും ഈ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യുന്നതാണ് റീസർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഈ റീസർക്കുലേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ടോട്ടൽ ഫ്ലോയിനെയാണ് ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഓർഗാനിക് ലോഡിംഗ് എന്ന് പറയുമ്പോൾ 5 day 20 degrees Celsius BOD excluding റീസർക്കുലേഷൻ. റീസർക്കുലേഷൻ ഇല്ലാതെയുള്ള 5 day 20 degrees Celsius BOD. ഓർഗാനിക് ലോഡിംഗ് എന്ന് പറയുമ്പോൾ BOD ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഈ ഹൈഡ്രോളിക് ലോഡിംഗ് അത് കൺവെൻഷണൽ ഫിൽറ്റേഴ്സിനും അതുപോലെ തന്നെ ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിനും രണ്ട് റേഞ്ച് ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ റേഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈഡ്രോളിക് ലോഡിംഗ് കൺവെൻഷണൽ ഫിൽറ്റേഴ്സിന്റെ കേസിൽ 22 to 44 million liters per hectares per ഡേയും ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ കേസിൽ 110 to 330 million liters per hectares per day. നിങ്ങൾ നോട്ടിൽ നോക്കിയോ അതെ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അങ്ങനെയാണ് ആ റേറ്റിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓർഗാനിക് ലോഡിംഗ് ഫോർ കൺവെൻഷണൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് 900 to 2200 kilogram per hectare മീറ്ററും ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ ഓർഗാനിക് ലോഡിംഗ് എന്ന് പറയുന്നത് 6000 to 18000 kilogram per hectare മീറ്ററും. ജസ്റ്റ് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ കേസിൽ വരുന്ന ആണ് എഫിഷ്യൻസി. ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ എഫിഷ്യൻസി ഇക്വേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ചോദിച്ചു കണ്ടിട്ടില്ല. ഇതിന്റെ അകത്ത് നമ്മൾ ഈ നമ്മുടെ ഹൈഡ്രോളിക് ലോഡിങ്ങിന്റെ ആ റേറ്റ് ഒന്ന് പഠിക്കാൻ പറ്റുവാണെങ്കിൽ എഫിഷ്യൻസി ഒന്ന് നോക്കുക കേട്ടോ. നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്ററിന് എഫിഷ്യൻസി ഹൈ ആയിരിക്കും, അത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ള ഫിൽറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിന് ഹൈ എഫിഷ്യൻസി ആയിരിക്കും. ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിന്. കൺവെൻഷണൽ ഫിൽറ്റേഴ്സിന് എഫിഷ്യൻസി ഈറ്റ എന്ന് എഴുതിയ പോരെ. ഈറ്റ എന്ന് പറയുന്നത് 100/1 + 0.0045 √u. അതാണ് പെർസെന്റേജിലുള്ളത്. എഫിഷ്യൻസി പെർസെന്റേജിലല്ല നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ 100/1 + 0.0044 √u. അതിൽ യു എന്ന് പറയുന്നത് ഓർഗാനിക് ലോഡിംഗ് ആണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഓർഗാനിക് ലോഡിംഗ് ആണ് കൺവെൻഷണൽ ഫിൽറ്റേഴ്സിന്റെ എഫിഷ്യൻസി. ഈ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ
ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 100 by 1 plus 0.0044 യുവിന് പകരം വ്യത്യാസമുണ്ട് റൂട്ട് y by vf. y by vf. അതിൽ y എന്ന് പറയുന്നത് ടോട്ടൽ ഓർഗാനിക് ലോഡിങ്. ടോട്ടൽ ഓർഗാനിക് ലോഡിങ്ങും യു ഓർഗാനിക് ലോഡിങ് ഇൻ കിലോഗ്രാം പെർ ഹെക്ടർ മീറ്റർ പെർ ഡേ ആയിരുന്നു. ഇത് ടോട്ടൽ ഓർഗാനിക് ലോഡിങ് അപ്ലൈ ടു ദ ഫിൽട്ടർ. നമ്മുടെ ഫിൽറ്ററിന് അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ ഓർഗാനിക് ലോഡിങ്ങും. ക്വസ്റ്റ്യൻ ഒന്നും വന്ന് കണ്ടിട്ടില്ല കേട്ടോ. വി എന്ന് പറയുന്നത് ഫിൽറ്റർ വോളിയം. വോളിയം ഓഫ് ഫിൽറ്റർ. എഫ് എന്ന് പറയുന്നത് റീസർക്കുലേഷൻ ഫാക്ടർ ആണ്. റീസർക്കുലേഷൻ ഫാക്ടർ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. 1 plus r by I by 1 plus 0.1 r by I all square. അതിൽ r by I എന്ന് പറയുന്നത് റീസർക്കുലേഷൻ റേഷ്യോ വോളിയം ഓഫ് സീവേജ് സർക്കുലേറ്റഡ് ബൈ വോളിയം ഓഫ് റോ സീവേജ്. നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് നോക്കിയിരിക്കാം. എഫിഷ്യൻസി ഹൈ ആണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ എഫിഷ്യൻസി കൂടുതലാണ്. അതിന്റെ എഫിഷ്യൻസിയുടെ ഫോമിലാണ് ഇക്വേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഇനി ഫൈനൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഫൈനൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ചില കേസസിൽ നമുക്ക് സിംഗിൾ സ്റ്റേജ് ഫിൽറ്റേഴ്സും ഡബിൾ 2 സ്റ്റേജ് ഫിൽറ്റേഴ്സ് അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതൊന്നും പഠിക്കണ്ട. അപ്പൊ ഫൈനൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ 2 സ്റ്റേജ് ഫിൽറ്ററിൽ കിട്ടുന്നതാണ് ഫൈനൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേജും ഉണ്ട് 2 സ്റ്റേജും ഉണ്ട്. അതിൽ സിംഗിൾ സ്റ്റേജിന്റെ 2 സ്റ്റേജിന്റെ എഫിഷ്യൻസിയാണ് നമ്മൾ ടോട്ടൽ എഫിഷ്യൻസി ആയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ഫൈനൽ എഫിഷ്യൻസി ഈറ്റ ഡാഷ് എന്ന് പറയുന്നത് 100 by 1 plus 0.0044 by 1 minus eta root y dash by v dash f dash. അതിൽ y dash എന്ന് പറയുന്നത് ടോട്ടൽ BOD ഇൻ എഫ്ലുവന്റ് ഫ്രം ഫസ്റ്റ് സ്റ്റേജ് ഫിൽട്ടർ ആൻഡ് v dash എന്ന് പറയുന്നത് വോളിയം ഓഫ് സെക്കൻഡ് സ്റ്റേജ് ഫിൽട്ടർ. f dash എന്ന് പറയുന്നത് റീസർക്കുലേഷൻ ഫാക്ടർ ഫോർ സെക്കൻഡ് സ്റ്റേജ് ഫിൽട്ടർ. ജസ്റ്റ് ഡിസൈൻ ഉള്ളതാ നമുക്ക്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ട്രിക്ലിംഗ് ഫിൽറ്റർ അത്രേ ഉള്ളൂ, വർക്കിംഗ് ഒന്നും വേണ്ട. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കില് നമ്മൾ സെറ്റിൽ ചെയ്ത് വെച്ച നമ്മുടെ എഫ്ലുവന്റിനെ ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിൽ അതിന്റെ ആ ഒരു റിയാക്ടറിലേക്ക് അത് എൻറ്റർ ചെയ്യുന്നു. എന്നിട്ട് അവിടെയുള്ള ഫിൽറ്റർ മീഡിയയുടെ മേളിൽ ഒരു ലെയർ പോലെ മൈക്രോ ഓർഗാനിസംസ് അറ്റാച്ച് ചെയ്തൊരു ലെയർ പോലെ ഫോം ചെയ്യുന്നു. അതിനാണ് സ്ലൈം ലെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയോമാസ് അല്ലെങ്കിൽ ബയോഫിലിം എന്നൊക്കെ പറയും. എന്നിട്ട് അവിടെ ഡീകമ്പോസിഷൻ നടക്കുന്നു. ഒരു ആ എഫ്ലുവന്റ് കുറെയൊക്കെ നമ്മുടെ ആ ഫിൽറ്റർ മീഡിയയുടെ ഫിൽട്ടർ ചെയ്ത് ഒരു അണ്ടർ ഡ്രെയിനേജ് ട്രാപ്പിൽ അത് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ബാക്കിയുള്ളത് അവിടെ ഡീകമ്പോസിഷൻ നടക്കും. എന്നിട്ട് അവിടെയുള്ള ഓക്സിജനെ കൺസ്യൂം ചെയ്ത് ഒരു ആ സ്ലൈം ലെയറിന്റെ തിക്നെസ് കൂടി വരും. എന്നിട്ട് ആ ഫിൽട്ടർ മീഡിയോട് ചേർന്നുള്ളത്, മുകളിലായിരിക്കും ഓക്സിജന്റെ പ്രസൻസ് കൂടുതൽ എയറോബിക് കണ്ടീഷൻ നിൽക്കുന്നത്. ആ ഫിൽട്ടർ മീഡിയോട് ചേർന്നുള്ളിടത്ത് അനൈറോബിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഫോം ചെയ്യും. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഡിറ്റാച്ച് ചെയ്ത് പോരും, സ്ലൈം ലെയർ ഡിറ്റാച്ച് ചെയ്ത് വരും ഫിൽട്ടർ മീഡിയന്ന്. ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് സ്ലവിംഗ് എന്ന് പറയുന്നത്. ആ സ്ലവിംഗ് എന്നുള്ള ടൈം ഓർത്തിരിക്കുക കേട്ടോ. സ്ലൈം ലെയർ ഡിറ്റാച്ച് ചെയ്ത് പോകാനാണ് സ്ലവിംഗ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. പിന്നെ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിന് എഫിഷ്യൻസി കൂടുതലാണ്. പിന്നെ ഹൈഡ്രോളിക് ലോഡിങ്ങും ഓർഗാനിക് ലോഡിങ്ങും അതനുസരിച്ചാണ് ഹൈ റേറ്റ് ഫിൽറ്റേഴ്സ് കൺവെൻഷണൽ ഫിൽറ്റേഴ്സ് ആയിട്ട് അങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിന്റെ റേഞ്ചും പറഞ്ഞു, പിന്നെ എഫിഷ്യൻസി പറഞ്ഞു. ഇനി അടുത്താണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇതും എയറോബിക് തന്നെയാണ്, എയറോബിക് പ്രോസസ് ആണ്. അതുപോലെ അറ്റാച്ച്ഡ് അല്ല, സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ് ആണ്. സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ് ആണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളെ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്നുള്ള നമ്മൾ ആദ്യമേ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവസാനം പറയാം കേട്ടോ. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെഡിമിനേഷൻ കഴിഞ്ഞ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് നമ്മുടെ എഫ്ലുവെന്റിനെ ഈ റിയാക്ടറിലേക്ക് പാസ് ചെയ്യിക്കും. നമുക്ക് ആ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് നടക്കാനുള്ള റിയാക്ടറിലേക്ക് പാസ് ചെയ്യിക്കും. എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആഡ് ചെയ്യും. അതെന്താന്ന് പറയാം. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആഡ് ചെയ്യും. അപ്പൊ എഫ്ലുവെന്റിന്റെ കൂടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജും ഉണ്ട്. അപ്പൊ ആക്ടിവേറ്റഡ് ഗ്രോത്ത് പ്രോസസ് അല്ല, സസ്പെൻഡ് ഗ്രോത്ത് പ്രോസസ്. അപ്പൊ ഒരു മൈക്രോ ഓർഗാനിസം ആ സസ്പെൻഷൻ തന്നെയാണ് റിമെയിൻ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ എഫ്ലുവെന്റും ആക്ടിവേറ്റഡ് സ്ലഡ്ജും കൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു എയറേഷൻ, ആ എയറേഷൻ ടാങ്കിൽ നന്നായിട്ട് എയറേഷൻ പ്രൊവൈഡ് ചെയ്യും. എയറേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെയുള്ള ആ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവിടെ നന്നായിട്ട് ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും ഈ എയറേഷൻ മൂലം. എന്നിട്ട് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്യും. മൈക്രോ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ ഡീകമ്പോസിഷൻ പോസിബിൾ ആക്കും. അതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെ കേസിൽ നടക്കുന്നത്. എഫ്ലുവെന്റിനെ ആക്ടിവേറ്റഡ് സ്ലഡ്ജുമായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു എയറേഷൻ ടാങ്കിൽ നന്നായിട്ട് എയറേഷൻ കൊടുക്കും. അപ്പൊ അവിടെ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യും. മൈക്രോ ഓർഗാനിസംസ് ആ ലിക്വിഡ് സസ്പെൻഷൻ തന്നെ നിന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് സ്ലഡ്ജ് ഫോം ചെയ്യിക്കും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഈ എഫ്ലുവെന്റ് എന്ന് പറയുന്നത് ഫ്രം സെറ്റിലിംഗ് ടാങ്ക്. അത് ഈ കേസിലേക്ക് വരുമ്പോൾ അത് ഇൻഫ്ലുവന്റ് ആവും. നമ്മുടെ ടാങ്കിന്റെ അകത്തേക്ക് വരുമ്പോൾ ഇൻഫ്ലുവന്റ് ആവും. എന്നിട്ട് ഇവിടുന്ന് പുറത്തേക്കുള്ളത് എഫ്ലുവന്റ് ആവും. എഫ്ലുവന്റ് പിന്നെ കൂടെ പോണത് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലേക്ക് പോകും. സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലേക്ക് പോകും. എന്നിട്ട് അവിടെ സ്ലഡ്ജ് ഫോം ചെയ്യും. സ്ലഡ്ജ് ഫോം ചെയ്യും. ഈ സ്ലഡ്ജ് ആണ് അവിടെ സ്ലഡ്ജ് ഫോം ചെയ്തിട്ടില്ലേ, ഇതിൽ നിന്നാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എടുക്കുന്നത്. ഈ സ്ലഡ്ജിനെ നന്നായിട്ട് എയറേറ്റ് ചെയ്ത് അതിനെ ആക്ടിവേറ്റഡ് ആക്കിയിട്ടാണ് വീണ്ടും നമ്മൾ ഇവിടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്യണത്. ഇതിന്റെ ഫുൾ എമൗണ്ട് അല്ല, ഒരു പോർഷൻ നന്നായിട്ട് എയറേറ്റ് ചെയ്ത് പിന്നീട് അവിടെ ആ റിയാക്ഷൻ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്ലഡ്ജ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഒരു പോർഷൻ, ഒരു ചെറിയ എമൗണ്ട്, ഒരു ചെറിയ ഡോസ് ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്നുള്ള ഫോമിൽ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെ പ്രോസസ്സ്. അതത്ര നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. അതില് ഈ നമ്മുടെ ഇൻഫ്ലുവന്റും ആക്ടിവേറ്റഡ് സ്ലഡ്ജും കൂടെ ഒന്നിച്ച് ഉള്ള ഒരു ആ മിക്സിനെ പറയുന്നതാണ് മിക്സഡ് ലിക്വർ. മിക്സഡ് ലിക്വർ, ആ പേര് അറിഞ്ഞിരിക്കുക കേട്ടോ, മിക്സഡ് ലിക്വർ. ഈ ഇൻഫ്ലുവന്റ് നമ്മൾ ആ ടാങ്കിലേക്ക് കടത്തുന്ന ഇൻഫ്ലുവന്റും ആക്ടിവേറ്റഡ് സ്ലഡ്ജും ഒന്നിച്ച് ഫോം ചെയ്യുന്നതാണ് മിക്സഡ് ലിക്വർ. ആ പേര് അറിഞ്ഞിരിക്കുക. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഞാൻ പറഞ്ഞല്ലോ, ഈ സെറ്റിലിംഗ് ടാങ്കിൽ നന്നായിട്ട് എയറേഷൻ നടത്തിയാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് അത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആവുന്നത്. നന്നായിട്ട് ഓക്സിജന്റെ കണ്ടന്റ് കൊടുത്താണ് ഇത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആക്കി മാറ്റുന്നത്. പിന്നെ അതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മെത്തേഡ്സ്, എയറേഷന്റെ മെത്തേഡ്സ്. നമുക്ക് ഇപ്പൊ പറഞ്ഞതിൽ ഈ പ്രോസസ് ഒന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് കൊണ്ടാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇൻഫ്ലുവന്റും ആക്ടിവേറ്റഡ് സ്ലഡ്ജും കൂടി ഒന്നിച്ച് കമ്പൈൻ ചെയ്യുന്ന ഒരു എന്നിട്ട് ഫോം ചെയ്യുന്നതാണ് മിക്സഡ് ലിക്വർ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാ, ഈ നമ്മുടെ ഓർഗാനിക് മാറ്ററിനെ സ്റ്റെബിലൈസ് ചെയ്യാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത്രയാണ് സസ്പെൻഡ് ഗ്രോത്ത് പ്രോസസ്സിലുള്ളത്. ഇനി അതിന്റെ എയറേഷൻ, നമ്മൾ ഇവിടെ എയറേഷൻ ആണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. എയറേഷൻ വഴിയാണ് നമ്മുടെ ടാങ്കിലാണെങ്കിലും ഓക്സിജന്റെ കണ്ടന്റ് കൂട്ടുന്നത്, അതുപോലെ നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യുന്നതും എയറേഷൻ വഴിയാണ്. എയറേഷൻ ആണ് അവിടുത്തെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ മെത്തേഡ്സ് ഓഫ് എയറേഷൻ എന്ന് പറയുന്നത്, എയറേഷന്റെ മെത്തേഡ്സ് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ആണുള്ളത്. ആ പേര് മാത്രം മതി. ഡിഫ്യൂസ്ഡ് എയർ സിസ്റ്റം, ഇതെല്ലാം ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഡിഫ്യൂസ്ഡ് എയർ സിസ്റ്റം, മെക്കാനിക്കൽ എയറേഷൻ, ഈ മെക്കാനിക്കൽ എയറേഷനിലുള്ള പേരും അറിഞ്ഞിരിക്കണ്ടോ. അതിൽ വീണ്ടും ഉള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഹവോർത്ത് പാഡിൽ ഓർ ഷെഫീൽഡ് എയറേഷൻ സിസ്റ്റം. ഷെഫീൽഡ് എയറേഷൻ സിസ്റ്റം ആട്ടോ AS കിട്ടണേ. പിന്നെ ഹാർട്ട്ലി പാഡിൽ
ഹാർട്ട്ലി പാഡിൽ ഓർ ബ്രിമിംഗം. ഈ ഹവോത്ത് എന്നുള്ളത് ആ പേര് മെക്കാനിക്കൽ എയറേഷന്റെ ഒരു ടൈപ്പാന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഹാർട്ട്ലി ഓർ ബ്രിമിംഗം ബയോഫ്ലോക്കുലേഷൻ സിസ്റ്റം. ബയോഫ്ലോക്കുലേഷൻ സിസ്റ്റം. പിന്നെ സിംപ്ലക്സ് എയറേഷൻ സിസ്റ്റം. സിംപ്ലക്സ് എയറേഷൻ സിസ്റ്റം. ലിങ്ക് ബെൽറ്റ് എയറേഷൻ സിസ്റ്റം. അടുത്താണ് കെസനർ ബ്രഷ് എയറേഷൻ സിസ്റ്റം. കെസനർ ബ്രഷ് നിങ്ങൾ കാണാതെ പഠിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ആ ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഹവോത്ത് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹവോത്ത് പാഡിൽ പ്രോസസ്സ് അത് നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ തന്നെ ഒരു മെക്കാനിക്കൽ എയറേഷന്റെ പ്രോസസ് ആണ് അറിഞ്ഞിരിക്കുക. ഹവോത്ത്, ഹാർട്ട്ലി, സിംപ്ലക്സ്, ലിങ്ക് ബെൽറ്റ്, കെസനർ ബ്രഷ് എയറേഷൻ സിസ്റ്റം, ഇതെല്ലാം മെക്കാനിക്കൽ എയറേഷന്റെ ഓരോ പ്രോസസ് ആണ്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡിഫ്യൂസ്ഡ് എയർ സിസ്റ്റം മെക്കാനിക്കൽ എയറേഷനും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള കമ്പൈൻഡ് സിസ്റ്റം, കമ്പൈൻഡ് എയറേഷൻ സിസ്റ്റം. ഇങ്ങനെ 3 സിസ്റ്റം ആണ് നമ്മുടെ എയറേഷന്റെ മെത്തേഡ്സ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഡിസൈൻ ഉള്ളത് കൊണ്ട് നമുക്ക് എയറേഷൻ ടാങ്കിന്റെ കുറച്ച് ലോഡിംഗ് ക്രൈറ്റീരിയ നോക്കണം. അപ്പൊ 3 മെത്തേഡ്സ് ആണെന്നുള്ളത് ഡിഫ്യൂസ്ഡ് എയറേഷൻ സിസ്റ്റം, മെക്കാനിക്കൽ എയറേഷൻ സിസ്റ്റം ആൻഡ് കമ്പൈൻഡ് എയറേഷൻ സിസ്റ്റം. എയറേഷൻ ടാങ്കിന്റെ ലോഡിംഗ് ക്രൈറ്റീരിയ. എയറേഷൻ ടാങ്ക് ലോഡിംഗ് ക്രൈറ്റീരിയ. അതിൽ ഫസ്റ്റ് വൺ ആണ് കപ്പാസിറ്റി. ടാങ്കിന്റെ കപ്പാസിറ്റി V equal to Q plus QS into T/24. ഏറ്റവും കുറച്ചായിട്ട് ഞാൻ തന്നേക്കുന്നേ. ഇതെങ്കിലും ഇത് നോക്കാനുള്ളവര് നോക്കാട്ടോ. V equal to Q plus QS into T/24. അതിൽ V എന്ന് പറയുന്നത് ടാങ്കിന്റെ കപ്പാസിറ്റി, Q എന്ന് പറയുന്നത് വോളിയം ഓഫ് ഫ്ലോ ഓഫ് സീവേജ്. ഇനി വരുന്ന കേസിലെല്ലാം ഈ ഒരു എലമെന്റ് തന്നെയാണ് കേട്ടോ. Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് ഫ്ലോ ഓഫ് സീവേജ്. QS എന്ന് പറയുന്നത് റിട്ടേൺഡ് സ്ലഡ്ജ്. നമ്മൾ റിട്ടേൺ ചെയ്യുന്ന പറഞ്ഞില്ലേ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഇല്ലേ, അതന്നെ. QS എന്ന് പറയുന്നത് റിട്ടേൺഡ് സ്ലഡ്ജിന്റെ വോളിയം. ഫോം ചെയ്ത മൊത്തം എമൗണ്ട് റിട്ടേൺ ചെയ്യുന്നില്ല, അതിലൊരു ചെറിയ ഡോസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ആ ഡോസ് ആണ് റിട്ടേൺഡ് സ്ലഡ്ജിന്റെ വോളിയം എന്ന് പറയുന്നത്. പിന്നെ T എന്ന് പറയുന്നത് എയറേഷൻ പീരീഡ്. നമ്മുടെ കപ്പാസിറ്റി, ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് V equal to Q plus QS into T/24. T ഡീറ്റെയിൽ എയറേഷൻ പീരീഡ്, Q എന്ന് പറയുന്നത് ആ മൊത്തമുള്ള ഫ്ലോയുടെ വോളിയം, QS എന്ന് പറയുന്നത് റിട്ടേൺഡ് സ്ലഡ്ജിന്റെ വോളിയം. അതാണ് ടാങ്കിന്റെ കപ്പാസിറ്റി പറയുന്നത്. അടുത്തതാണ് ഹൈഡ്രോളിക് റീടെൻഷൻ ടൈം ഓർ എയറേഷൻ പീരീഡ്. ആ എയറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അപ്പൊ നമ്മൾ ഈ എഴുതിയ T കണ്ടുപിടിക്കാനുള്ളത്. അതിന് വേറൊരു പേരിലും പറയുന്നുണ്ട്, ഹൈഡ്രോളിക് റീടെൻഷൻ ടൈം. ഹൈഡ്രോളിക് റീടെൻഷൻ ടൈം അല്ലെങ്കിൽ എയറേഷൻ പീരീഡ്. Hydraulic retention time, it is expressed the rate at which sewage is applied in aeration tank. ആ എയറേഷൻ ടാങ്കിൽ നമ്മൾ സീവേജ് അപ്ലൈ ചെയ്യുന്നതിന്റെ റേറ്റ് ആണ് ഹൈഡ്രോളിക് റീടെൻഷൻ ടൈം അല്ലെങ്കിൽ എയറേഷൻ പീരീഡ്. അല്ലെങ്കിൽ ജസ്റ്റ് ആ ടൈം ആണെന്ന് ഓർത്തിരിക്കാം. HRT ഹൈഡ്രോളിക് റീടെൻഷൻ ടൈം എന്ന് പറയുന്നത് V/Q into 1000 multiplied by 24. അതിൽ V എന്ന് പറയുന്നത് നമ്മുടെ വോളിയം ഓഫ് എയറേഷൻ ടാങ്ക്. എയറേഷൻ ടാങ്കിന്റെ വോളിയാണ്. നമ്മൾ കുറച്ചേരം മുമ്പ് ഉണ്ടല്ലേ കപ്പാസിറ്റി ഓഫ് ടാങ്ക് ഉണ്ടല്ലേ, അതന്നെ. V എന്ന് പറയുന്നത് വോളിയം ഓഫ് എയറേഷൻ ടാങ്ക് ഇൻ മീറ്റർ ക്യൂബ് ആൻഡ് Q ഇസ് ദ സീവേജ് ഇൻഫ്ലോ ഇൻ MLD, മില്യൺ ലിറ്റേഴ്സ് പെർ ഡേയിലാട്ടോ. ക്യൂന്റെ മില്യൺ ലിറ്റേഴ്സ് പെർ ഡേയിൽ ഉള്ള ടോട്ടൽ സീവേജ് ഫ്ലോ അതാണ് Q. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞപ്പോ Q മീറ്റർ ക്യൂബ് പെർ ഡേയിലാണെന്ന് പറഞ്ഞത്. ഇത് മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ. Hydraulic retention time, it is the rate at which sewage is applied in the aeration tank and it is expressed by HRT equal to V/Q into 1000 all multiplied by 24. Q എന്ന് പറയുന്നത് sewage flow in
mld and is the volume of the aeration tank. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വോളിമെട്രിക് BOD5 ലോഡിംഗ്. ഒരു യൂണിറ്റില് എത്രമാത്രം BOD അപ്ലൈ ചെയ്തിട്ടുണ്ട്. BOD5 അപ്ലൈഡ് പെർ യൂണിറ്റ് വോളിയം. അതാണ് BOD5 വോളിമെട്രിക് BOD5 ലോഡിംഗ് എന്ന് പറയുന്നത്. വോളിമെട്രിക് BOD5 ലോഡിംഗ്. It is the BOD5 applied for per unit volume of aeration tank. Aeration tankന്റെ ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രമാത്രം BOD5 അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് വോളിമെട്രിക് BOD5 ലോഡിംഗ് എന്ന് പറയുന്നത്. അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q into LA by V. അതിൽ Q നമ്മൾ പറഞ്ഞായിരുന്നു വോളിയം ഓഫ് സീവേജ് ഫ്ലോ. V is the volume of aeration tank. LA എന്ന് പറയുന്നത് ഇൻഫ്ലുവന്റ് BOD5 ടു എയറേഷൻ ടാങ്ക്. ആ എയറേഷൻ ടാങ്കിലേക്ക് പോകുന്ന ഇൻഫ്ലുവന്റിന്റെ BOD ഓഫ് ഇൻഫ്ലുവന്റ്. ആ എയറേഷൻ ടാങ്കിലേക്ക് പോകുന്ന ഇൻഫ്ലുവന്റിന്റെ BOD ആണ് LA. നമുക്ക് വോളിമെട്രിക് BOD5 ലോഡിങ് ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർത്ത് വണ്ണാണ് ഓർഗാനിക് ലോഡിംഗ് ബേസ്ഡ് ഓൺ F/M റേഷ്യോ. ഓർഗാനിക് ലോഡിംഗ് F/M റേഷ്യോ. F/M റേഷ്യോ എന്ന് പറഞ്ഞാൽ F എന്ന് പറയുന്നത് ഫുഡ്, M എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസം. ഫുഡ് ടു മൈക്രോ ഓർഗാനിസം റേഷ്യോ എന്നാണ് F/M റേഷ്യോയ്ക്ക് പറയുന്നത്. ഈ F/M റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ സീവേജിന്റെ ട്രീറ്റ്മെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ആണ്. നമ്മുടെ BOD റിമൂവലിനെ അത് ഇമ്പോർട്ടന്റ് ആട്ടോ. F/M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഫാക്ടർ കൺട്രോളിങ് BOD റിമൂവൽ. BOD റിമൂവലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ ആണ് F/M. ഈ റേഷ്യോ എന്ന് പറയുന്നത് BOD റിമൂവലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. F/M എന്ന് പറയുന്നത്, ഈ F/M റേഷ്യോ എന്ന് പറയുന്നത് കുറവാണെങ്കിൽ BOD റിമൂവൽ കൂടുതലായിരിക്കും. ലോവർ F/M റേഷ്യോ, ഹയർ വിൽ ബി ദ BOD റിമൂവൽ. BOD റിമൂവൽ കൂടുതലായിരിക്കും. ഇനി അതിന്റെ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഈ രണ്ട് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഫുഡ് ടു മൈക്രോ ഓർഗാനിസം റേഷ്യോ ആണ് F/M റേഷ്യോ എന്ന് പറയുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ BOD റിമൂവൽ. BOD റിമൂവലിന്റെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ ആണ്. F/M റേഷ്യോ കുറവാണെങ്കിൽ BOD റിമൂവൽ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. ഇനി ഓർഗാനിക് ലോഡിംഗ് ഓൺ F/M റേഷ്യോ. F/M equal to Q into LA by V into 1000. ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് into 1000 divided by XT. ഈ രണ്ട് ടേം ആണ്, ഈ ഒരു ടേം ആണ് എക്സ്ട്രാ വരുന്നത്. അതിൽ XT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സഡ് ലിക്വർ സസ്പെൻഡഡ് വോളിയം. സസ്പെൻഡഡ് അതിങ്ങനെ തരൂ കേട്ടോ. മിക്സഡ് ലിക്വർ സസ്പെൻഡഡ് സോളിഡ് ആണ് X എന്ന് പറയുന്നത്. XT എന്ന് പറയുന്നത് മിക്സഡ് ലിക്വർ സസ്പെൻഡഡ് സോളിഡ്സ്. നമ്മൾ മിക്സഡ് ലിക്വർ ഫോം ചെയ്യുന്ന പറഞ്ഞില്ലായിരുന്നു. ആക്ടിവേറ്റഡ് സ്ലഡ്ജും ഇൻഫ്ലുവന്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് മിക്സഡ് ലിക്വർ ഫോം ചെയ്യുന്ന പറഞ്ഞില്ലേ. അപ്പൊ ആ മിക്സഡ് ലിക്വർ സസ്പെൻഡഡ് സോളിഡ് ആണ് XT എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇതാണ് ഓർഗാനിക് ലോഡിംഗ് ഓൺ F/M റേഷ്യോ എന്ന് പറയുന്നത്. F/M equal to Q into LA by V into 1000 into XT. ഇങ്ങനെ തന്നെയാ കേട്ടോ. ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതിൽ ആ F/M റേഷ്യോയുടെ കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. അടുത്താണ് സ്ലഡ്ജ് ഏജ്. ഫിഫ്ത് വൺ ആണ് സ്ലഡ്ജ് ഏജ്. സ്ലഡ്ജ് ഏജ് തീറ്റ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് X/Δ സ്ലഡ്ജ് ഏജ്. ആ സ്ലഡ്ജ് എത്രമാത്രം പഴകിയിട്ടുണ്ടെന്നുള്ള ആ ഒരു ഏജ്, സ്ലഡ്ജിന്റെ ഏജ് ആണ് X/Δ അതിൽ X എന്ന് പറയുന്നത് ടോട്ടൽ മൈക്രോബിയൽ മാസ് ഇൻ എ റിയാക്ടർ ആൻഡ് Δ എന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സോളിഡ് വിഡ്രോൺ ഡെയിലി ഇൻക്ലൂഡിംഗ് സോളിഡ്സ് വേസ്റ്റഡ് ആൻഡ് ദോസ് ഇൻഫ്ലുവന്റ്. നോക്കാട്ടോ, എല്ലാ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. സ്ലഡ്ജ് ഏജിന് മീൻ സെൽ റെസിഡൻസ് ടൈം എന്നുകൂടെ പറയുവേ. മീൻ സെൽ റെസിഡൻസ് ടൈം എന്നുകൂടെ പറയും സ്ലഡ്ജ് ഏജിന്. ഞാൻ നോക്കി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. F/M മാത്രമാണ് കണ്ടുള്ളൂ.
പേയുടെ ലെവലാകുമ്പോൾ നമുക്ക് ഡിസൈൻ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ അവര് ചോദിക്കാം. ഇനി നമുക്ക് അവിടെ എയറേഷൻ ടാങ്കിൽ എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് എയർ റിക്വയർഡ്, ക്വാണ്ടിറ്റി ഓഫ് എയർ റിക്വയർഡ് എന്ന് പറയുന്നത് 4000 to 8000 meter cube per million liters of sewage. ഇനി BOD റിമൂവലിന്റെ ടേംസ് പറയുകയാണെങ്കിൽ about 30 meter cube per million liters of sewage. അതൊന്നും ഇത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത്, ട്രിക്ലിംഗ് ഫിൽറ്ററും അപ്പൊ പറഞ്ഞ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ ഡിസൈൻ ക്രൈറ്റീരിയ ഓർത്തിരിക്കാവുന്നവർ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് അതൊരു എയറോബിക് പ്രോസസ് ആണ്, സസ്പെൻഷൻ ഗ്രോത്ത് മെത്തേഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യണത്, അത് ആ ഒരു പേരിൽ നിന്നുണ്ടല്ലോ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്നല്ലേ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണ് അവിടെ ഫോം ചെയ്യണത്. അതിന് അപ്പൊ മെയിൻ ഒരു എന്താ ക്യാരക്ടർ എന്ന് പറയുന്നത് എയറേഷൻ ആണ്. എയറേഷൻ കൊടുത്തിട്ടാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യണതും അതുപോലെ തന്നെ ആ ഒരു ഡീകമ്പോസിഷൻ ക്യാരി ഔട്ട് ചെയ്യണതും. എയറേഷൻ ടാങ്കിന്റെ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. പിന്നെ മിക്സഡ് ലിക്വർ എന്ന് പറഞ്ഞൊരു ടൈം പറഞ്ഞില്ല, ആക്ടിവേറ്റഡ് സ്ലഡ്ജും നമ്മുടെ ഇൻഫ്ലുവന്റും കൂടെയും കമ്പൈൻ ചെയ്തുണ്ടാവുന്നത്, അത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിലാണെന്ന് അറിഞ്ഞിരിക്കാം. ഇനി പിന്നെ 3 മെത്തേഡ്സ്, എയറേഷൻ നടക്കാനുള്ള 3 മെത്തേഡ്സ്, മെക്കാനിക്കലിന്റെ ജസ്റ്റ് നെയിം പറഞ്ഞിരിക്കണം കേട്ടോ. ഡിഫ്യൂസ് എയർ സിസ്റ്റം, മെക്കാനിക്കൽ എയറേഷൻ മെത്തേഡ് ആൻഡ് കമ്പൈൻഡ് പ്രോസസ്. അല്ല മെക്കാനിക്കൽ ഒരു 3-4 പേര് പറഞ്ഞു, അതും കൂടെ ഓർത്തിരിക്കാം. ഇനി കുറച്ച് മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അത് ചില പർട്ടിക്കുലർ കേസിലാണ് യൂസ് ചെയ്യണത്, എല്ലാ കേസിലും അത് യൂസ് ചെയ്യാറില്ല. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു എയറോബിക് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ആണ് പ്രാക്ടിക്കൽ കേസിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ്. മിസ്ലേനിയസ് ട്രീറ്റ്മെന്റിലെ ഫസ്റ്റ് വൺ ആണ് ഓക്സിഡേഷൻ ഡിച്ച്. ഓക്സിഡേഷൻ ഡിച്ച്, ഓക്സിഡേഷൻ ഡിച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെ ഒരു എക്സ്റ്റെൻഡഡ് കേസ് ആണെന്ന് പറയാം. എക്സ്റ്റെൻഡഡ് എയറേഷൻ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, എക്സ്റ്റെൻഡഡ് എയറേഷൻ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ഏകദേശം അവിടെ നടക്കുന്ന അതേ ഒരു വർക്കിംഗ് തന്നെയാണ് ഇതിന്റെ കേസിൽ നടക്കുന്നത്. ഓക്സിഡേഷൻ ഡിച്ച് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് എയറേഷൻ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ആണ്. അത് ആദ്യമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തത് നെതർലാൻഡ്സിലെ സ്മോൾ ടൗൺസിന് വേണ്ടിയാണ് അത് ഡെവലപ്പ് ചെയ്തത്. നെതർലൻഡിലുള്ള സ്മോൾ ടൗൺസിന് വേണ്ടിയാണ് ഈ ഒരു ഓക്സിഡേഷൻ ഡിച്ച് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തത്. അതില് മെയിൻ ആയിട്ടുള്ള 2 കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് ഡിച്ചും റോട്ടറും ആണ്. ഡിച്ചും റോട്ടറും ആണ് അതിനകത്തുള്ള 2 പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ ഡിച്ച് എന്ന് പറയുന്നത് ഒരു അതിന്റെ പ്ലാൻ വരുമ്പോൾ ഒരു ഓവൽ പ്ലാൻ, ഓവൽ ഷേപ്പ് ആണ് അതിന്റെ പ്ലാനിലുള്ള ഷേപ്പ് വെക്കുമ്പോൾ ഓവൽ ആണ്. അതൊരു ഡിച്ച് ആണ്. അതിനകത്ത് ഒരു റോട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. റോട്ടർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ റോട്ടർ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഡിച്ച് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഈ ഡിച്ചിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. ഈ ഡിച്ച് തന്നെ 2 ടൈപ്പ്, അല്ല ഈ പ്രോസസ് തന്നെ ഓക്സിഡേഷൻ ഡിച്ച് പ്രോസസ് എന്ന് പറയുന്നത് എയറോബിക്കും ഉണ്ട് അനേറോബിക് പ്രോസസ്സും ഉണ്ട്. സോറി, എയറോബിക്കും അനേറോബിക്കും അല്ല, കണ്ടിന്യൂസ് ഫ്ലോയും ഇന്റർമിറ്റന്റ് ഫ്ലോയും ഉണ്ട്. 2 ടൈപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പും ഉണ്ട്, കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പും ഉണ്ട്, ഇന്റർമീഡിയന്റ് ഫ്ലോയും ഉണ്ട്. 2 കേസ് ഉണ്ട്. ഇപ്പൊ ഓക്സിഡേഷൻ ഡിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെ ഒരു എക്സ്റ്റെൻഡഡ് എയറേഷൻ കേസ് ആണ്. അത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് നെതർലൻഡിലെ സ്മോൾ ടൗൺസിലായിരുന്നു. സാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല, നമ്മുടെ ഇവിടെ ഒന്നും യൂസ് ചെയ്യാറില്ല. അതിനകത്തൊരു ഡിച്ചും ഉണ്ട്. ഡിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇതില്ലേ, ആ റിയാക്ടർ എന്ന് പറയുന്നത് ഡിച്ച്. ഒരു ഡിച്ചും ഉണ്ട്, ഒരു റോട്ടർ ഉണ്ട്. റോട്ടർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറേഷൻ പർപ്പസിന് വേണ്ടിയാണ് റോട്ടർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്, കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പും ഉണ്ട്, ഇന്റർമീഡിയന്റ് ഫ്ലോ ടൈപ്പും ഉണ്ട്. ഇനി കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് പറയുന്ന പോലെ തന്നെ ഓപ്പറേഷൻ, അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ ഒരു സെപ്പറേറ്റ് സെറ്റിലിംഗ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ആ കേസിൽ. നമ്മളിപ്പോ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് കേസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ
നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് എഫ്ലുവന്റിനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റിലിംഗ് ടാങ്കിലേക്കായിരുന്നു, സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലേക്കായിരുന്നു ആ എഫ്ലുവന്റിനെ പാസ് ചെയ്തത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തത്. ഈ കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സെറ്റിലിംഗ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്റർമീഡിയറ്റിൽ അങ്ങനെ ഒരു ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കണ്ടിന്യൂസിൽ ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആണ്. അവിടെ എപ്പോഴും ആ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അല്ലാതെ അവിടെ ഒരു സ്റ്റോപ്പിംഗ് ഒന്നുമില്ല. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള സെറ്റിലിംഗ് ടാങ്ക് ഉണ്ട്, സെപ്പറേറ്റ് സെറ്റിലിംഗ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെറ്റിൽഡ് സ്ലഡ്ജ് റിമൂവ് ഫ്രം ബോട്ടം ഓഫ് ദ ക്ലാരിഫയർ ബൈ എയർലിഫ്റ്റ് ഓർ പമ്പ് ആൻഡ് റിട്ടേൺഡ് ടു ദ ഡിച്ച്. ഈ സെറ്റിൽ ചെയ്ത സ്ലഡ്ജിനെ ഈ ക്ലാരിഫയർ റിമൂവ് ചെയ്യാൻ വേണ്ടി എയർലിഫ്റ്റ് ഓർ പമ്പിങ്, അത് എല്ലാ സിസ്റ്റത്തിലും തന്നെ അങ്ങനെയൊക്കെയാണ് റിമൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചില കേസിൽ സ്ലഡ്ജിന്റെ എമൗണ്ട് കുറവാണെങ്കിൽ നമ്മുടെ എന്താ മാനുവൽ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ മെക്കാനിക്കൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യും. ഈ കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പിന്റെ കേസിൽ എയർലിഫ്റ്റോ പമ്പോ ഒക്കെ യൂസ് ചെയ്താണ് ആ സെറ്റിൽ ചെയ്ത സ്ലഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസിൽ എന്താ വെച്ചാൽ ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു സെപ്പറേറ്റ് ഒരു സെറ്റിലിംഗ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഡിച്ചിൽ നിന്ന് ഇങ്ങനെ ഒരു ടാങ്ക് കണക്റ്റഡ് ആയിരിക്കും, സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലേക്ക് ആയിരിക്കും എഫ്ലുവന്റ് പോയിട്ട് സ്ലഡ്ജ് സെറ്റിൽ ആവുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? ഈ ഡിച്ചിന്ന് ഒരു എഫ്ലുവന്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡ് സെറ്റിലിംഗ് ടാങ്ക് ഉണ്ട്, സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക് ഉണ്ട്. അവിടെ സ്ലഡ്ജ് ഫോം ചെയ്തിട്ട് ഈ സ്ലഡ്ജിനെ എയർലിഫ്റ്റ് അല്ലെങ്കിൽ പമ്പ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ് ഈ പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി ഇന്റർമിറ്റന്റിന്റെ കേസിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സെറ്റിലിംഗ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇന്റർമിറ്റന്റ് കേസിൽ നോ സെപ്പറേറ്റ് ടാങ്ക്, നോ സെപ്പറേറ്റ് ടാങ്ക്സ് ആർ പ്രൊവൈഡഡ്. ടാങ്ക് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എവിടെ എങ്ങനെ റിമൂവ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ എയറേഷന് വേണ്ടി. അപ്പൊ ആ എയറേഷൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റോട്ടർ കുറച്ച് സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിടും. എന്നിട്ട് അവിടെ അപ്പൊ സെഡിമെന്റേഷൻ നടക്കുന്ന പോലെ തന്നെ ആ ഡിച്ച് തന്നെ ബോട്ടത്തിലായിട്ട് സ്ലഡ്ജ് സെറ്റിൽ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും മീൻസ് ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്യും. അതാണ് നമ്മുടെ ഇന്റർമീഡിയന്റ് ഫ്ലോ ടൈപ്പിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. അതിനൊരു സൈക്കിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യും, ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യും. എന്നിട്ട് എയറേറ്റിംഗ് വേസ്റ്റ് വാട്ടറിനെ എയറേറ്റ് ചെയ്യും, എയറേഷൻ നടക്കും. റോട്ടർ ഉപയോഗിച്ച് എയറേഷൻ അവിടെ നടത്തും. എന്നിട്ട് ഈ റോട്ടർ കുറച്ച് സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇൻഫ്ലുവന്റ് അതിന്റെ അകത്ത് പാസ് ചെയ്തിട്ട് ഇൻലെറ്റ് വാൽവിനെ ക്ലോസ് ചെയ്യും, നന്നായിട്ട് എയറേറ്റ് ചെയ്യും. അപ്പൊ അവിടെ ഓക്സിജന്റെ എമൗണ്ട് ഒക്കെ കൂടി നമ്മുടെ പ്രോസസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യും. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് റോട്ടർ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് സെറ്റിൽ ചെയ്യും. എന്നിട്ട് ഇൻലെറ്റും ഔട്ട്ലെറ്റും കൂടെ ഒന്നിച്ച് തുറക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്ലെറ്റിൽ കൂടെ നമ്മുടെ ഈ എഫ്ലുവന്റ് പാസ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ സമയം തന്നെ ഇൻലെറ്റിൽ കൂടെ പുതിയ വേസ്റ്റ് വാട്ടർ വീണ്ടും നമുക്ക് അൺട്രീറ്റഡ് അല്ല റോ സീവേജ് എൻട്രി ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഇന്റർമീഡിയന്റിന്റെ കേസിൽ നടക്കുന്നത്. ഇനി അതിന്റെ ഡിസൈൻ എലമെന്റ്സ് ഉണ്ട്. ഡിസൈൻ എലമെന്റ്സിൽ ഫസ്റ്റ് വൺ ആണ് ഇൻഫ്ലോ റേറ്റ് ആൻഡ് BOD റിമൂവല്. അതില് ഇൻഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പോപ്പുലേഷൻ തന്നിട്ടുണ്ടാവും. ആ ഏരിയയിൽ ഇത്ര പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ആ പോപ്പുലേഷൻ ഇൻറ്റു സീവേജ് ഫ്ലോ, നമ്മൾ ആദ്യം പറഞ്ഞില്ല Q, ആ സീവേജ് ഫ്ലോ ചെയ്യുമ്പോഴാണ് ടോട്ടൽ സീവേജ് ഫ്ലോ അല്ലെങ്കിൽ ഇൻഫ്ലോ റേറ്റ് കിട്ടുന്നത്. സീവേജ് ഫ്ലോ, ടോട്ടൽ സീവേജ് ഫ്ലോ എന്ന് പറയുന്നത്, ടോട്ടൽ സീവേജ് ഫ്ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ മൾട്ടിപ്ലൈഡ് ബൈ സീവേജ് ഫ്ലോ. ഇനി നമുക്ക് BOD റിമൂവലാണ്. BOD റിമൂവൽ എന്ന് പറയുന്നത് BOD റിമൂവൽ ഈക്വൽ ടു
LA minus permissible BOD of effluent by LA into 100. BOD നമ്പർ നമ്മൾ പെർസെന്റേജിലാണ് എക്സ്പ്രസ് ചെയ്യണത്. എന്ന് പറയുന്നത് LA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവന്റ് BOD, നമുക്ക് ആ അകത്തേക്ക് കയറുന്ന BOD മൈനസ് പെർമിസിബിൾ BOD. അവിടെ എത്രമാത്രം BOD പെർമിസിബിൾ ആണ്, പെർമിസിബിൾ BOD ബൈ വീണ്ടും ഇൻഫ്ലുവന്റ് BOD ഇൻറ്റു 100. അങ്ങനെയാണ് നമുക്ക് BOD റിമൂവൽ കിട്ടുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കാം കേട്ടോ. ഇനി പിന്നെ നമുക്ക് ആ ഡിച്ചിന്റെ വോളിയം നമ്മൾ ആക്ടിവേറ്ററിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ F/M റേഷ്യോയുടെ ഒരു ഫോർമുല ഇല്ലേ, ആ ഫോർമുലയാണ് ഡിച്ചിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് V കാൽക്കുലേറ്റ് ചെയ്യണം. F/M ഈക്വൽ ടു QLA ബൈ സെയിം ഫോർമുല V ബൈ 1000 മൾട്ടിപ്ലൈ XT. അതിൽ ഇതിന്റെ അകത്ത് V ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കപ്പോ ഡിച്ചിന്റെ വോളിയം ആണ് കിട്ടുന്നത്. V എന്ന് പറയുന്നത് വോളിയം ഓഫ് ഡിച്ച്. ഈ വോളിമെട്രിക് ലോഡിംഗ് റേറ്റ് ഡിസൈൻ കൺസിഡറേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്ന് പറയുന്നത് QLA എന്ന് പറഞ്ഞാൽ പറഞ്ഞു BOD ഇൻഫ്ലുവന്റ് BOD, നമ്മളെ ഇൻഫ്ലുവന്റിലുള്ള BODയുടെ ലെവല് അല്ലെ ക്വാണ്ടിറ്റി Q into LA by V. അതിനൊരു റേഞ്ച് ഉണ്ട് 0.2 to 0.4. ആ ഒരു റേഞ്ചിന്റെ അകത്തായിരിക്കും ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ഇനി ഫോർത്ത് പറയുന്നത് ഹൈഡ്രോളിക് റീടെൻഷൻ ടൈം എന്നുള്ളത് V/Q ആണ്. അതിന്റെ റേഞ്ച് എന്നുള്ളത് 20 to 30 hours. ആ റേറ്റ്, ഈ ടേംസ് എല്ലാം നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് കണ്ടതാട്ടോ. ഇനി റിട്ടേൺ സ്ലഡ്ജ് റേഷ്യോ QR/Q ആണ്. എന്ന് പറയുന്നത് XT by 10⁶ by സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് മൈനസ് XT. ഇതിന്റെ ഒരു റേഞ്ച് ഉണ്ട് 0.35 to 1.5. അതിൽ QR എന്ന് പറയുന്നത് റിട്ടേൺ സ്ലഡ്ജ് ഫ്ലോ ആട്ടോ. റിട്ടേൺ സ്ലഡ്ജ് റേഷ്യോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. QR എന്ന് പറയുന്നത് റിട്ടേൺ സ്ലഡ്ജ് റേഷ്യോ, Q എന്ന് പറയുന്നത് നമ്മുടെ സീവേജ് ഇൻഫ്ലോ, XT പറഞ്ഞായിരുന്നു മിക്സഡ് ലിക്വിഡ് സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറഞ്ഞില്ലേ XT. SVI എന്ന് പറയുന്നത് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ്. അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ സ്ലഡ്ജ് റേഷ്യോ QR/Q ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ അവിടെയുള്ള ഓക്സിജന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 1.2 kg/kg ഓഫ് BOD റിമൂവൽ. 1 കിലോഗ്രാം BOD റിമൂവ് ചെയ്യുമ്പോൾ 1.2 kg ആണ് അവിടെ നമുക്ക് ആവശ്യമായ ഓക്സിജന്റെ എമൗണ്ട്. ഇതാണ് ഓക്സിഡേഷൻ ഡിച്ചിലുള്ളത്. അപ്പോൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള എയറേഷൻ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ളത്. സ്മോൾ ടൗൺസിൽ, നെതർലൻഡ് സ്മോൾ ടൗൺസിലാണ് ഫസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത്. പിന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, കണ്ടിന്യൂസ് ഇന്റർമീഡിയന്റ്. കണ്ടിന്യൂസിൽ ഫ്ലോ ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇന്റർമീഡിയന്റിൽ സെപ്പറേറ്റഡ് സെറ്റിലിംഗ് ടാങ്ക് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. ബോട്ടത്തിൽ സ്ലഡ്ജ് സെറ്റിൽ ചെയ്യുവാണ്, റോട്ടർ കുറച്ച് നേരത്തേക്ക് നിർത്തിയിട്ട്. കണ്ടിന്യൂസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെറ്റിലിംഗ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഡിസൈൻ ക്രൈറ്റീരിയ. പിന്നെ ഈ ഓക്സിഡേഷൻ ഡിച്ച് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്ക് ഈ നമ്മുടെ പ്രൈമറി സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒന്നും നടത്താതെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇവിടെ നിന്ന് യൂസ് ചെയ്യാറില്ല. അപ്പൊ യൂസ് ചെയ്യുന്നിടത്ത് നേരിട്ട് നമ്മുടെ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ചെയ്തില്ലേ, സ്ക്രീൻസ് ഉപയോഗിച്ച് സ്ക്രീനിങ് ചെയ്തില്ലേ, ഫ്ലോട്ടിംഗ് ബോഡീസിനെ മാത്രം റിമൂവ് ചെയ്തില്ലേ, ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടും ഓക്സിഡേഷൻ ഡിച്ച് എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്. അപ്പൊ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ് ആയിട്ടും ഈ ഓക്സിഡേഷൻ ഡിച്ച് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യാറുണ്ടെന്ന്. ഓക്സിഡേഷൻ ഡിച്ചിലെ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്. ഇനി അടുത്തതാണ് ഓക്സിഡേഷൻ പോണ്ട് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ പോണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞു ഓക്സിഡേഷൻ ഡിച്ച്. ഇനി അടുത്താണ് ഓക്സിഡേഷൻ പോണ്ട്. ഓക്സിഡേഷൻ പോൺസിൽ ബാക്ടീരിയനേക്കാളും പ്രൈമറി ആയിട്ട് അവിടെ ഫീഡർ എന്ന് പറയുന്നത് ആൽഗിയാണ്.
ഓക്സിഡേഷൻ പോണ്ടിലെ പ്രൈമറി ഫീഡർ എന്ന് പറയുന്നത് ആൽഗയാണ്. അത് കൂടാതെ ഉള്ളതാണ് ബാക്ടീരിയ, സാപ്രോബിക്, പ്രോട്ടോസോവൻസ് ഒക്കെ. ഇവരും പ്രൈമറി ഫീഡേഴ്സ് തന്നെയാണ്. ബാക്ടീരിയ, അതുപോലെ തന്നെ സാപ്രോബിക്, പ്രോട്ടോസോവൻസും പ്രൈമറി ഫീഡേഴ്സ് തന്നെയാണ്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ആൽഗയ്ക്കാണ് മെയിൻ റോള്. ബാക്കിയുള്ള കേസിലൊക്കെ ബാക്ടീരിയക്കല്ലായിരുന്നോ. അതുപോലെ തന്നെ ഇത് രണ്ടും പ്രൈമറി ആട്ടോ. ഇനി സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് പ്രോട്ടോസോവൻസ്. ഇത് സാപ്രോബിക് പ്രോട്ടോസോവൻസ് ആയിരുന്നു. പ്രോട്ടോസോവൻസും റോട്ടിഫേഴ്സ്, ക്രസ്റ്റേഷ്യൻസ് എന്ന് പറഞ്ഞ കുറച്ച് ഗ്രൂപ്പ് ഒക്കെ, അവർക്കും സെക്കൻഡറി ആയിട്ട് റോൾ ഉണ്ട്. ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സ്, ഈ ഓക്സിഡേഷൻ പോണ്ട് അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേര് ഓർത്തിരിക്കണം, സ്റ്റെബിലൈസേഷൻ പോണ്ട്. ഇത് രണ്ടും സെയിം ആണ്, സ്റ്റെബിലൈസേഷൻ പോണ്ട്. ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ് ആണെങ്കിലും ഇനീഷ്യൽ കോസ്റ്റ് ആണെങ്കിലും ഓപ്പറേഷണൽ കോസ്റ്റ് ഒക്കെ ആണെങ്കിലും വളരെ കുറവായിരിക്കും ഈ ഓക്സിഡേഷൻ പോണ്ടിന്. ഇത് ട്രീറ്റ് ചെയ്യണത്, ഈ ഒരു കേസിൽ ട്രീറ്റ് ചെയ്യണത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സീവേജ് വേസ്റ്റിനെയാണ് ട്രീറ്റ് ചെയ്യണത്. കൂടുതലായിട്ടും ഇൻഡസ്ട്രീസ് എന്നുള്ള വേസ്റ്റിന്. സീവേജ് ഫ്രം ബയോഡിഗ്രേഡബിൾ ഇൻഡസ്ട്രിയൽ സീവേജ്, ബയോഡിഗ്രേഡബിൾ ഇൻഡസ്ട്രിയൽ സീവേജിനെയാണ് ഈ ഒരു ഓക്സിഡേഷൻ പോണ്ട് ഉപയോഗിച്ച് കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇൻഡസ്ട്രിയൽ സീവേജ്, ഡൊമസ്റ്റിക്കിനേക്കാളും കൂടുതൽ ഇൻഡസ്ട്രിയൽ സീവേജിന്റെ ട്രീറ്റ്മെന്റ്, അതും ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സീവേജിന്റെ ട്രീറ്റ്മെന്റിനാണ് ഓക്സിഡേഷൻ പോണ്ട്സ് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ പോണ്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ മിക്സിംഗ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ മീൻസ് അല്ല, കൂടുതലായിട്ട് നാച്ചുറൽ മീൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിൻഡോ, ഹീറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് മിക്സിംഗ് നടക്കുന്നത്. നാച്ചുറൽ പ്രോസസ് ഫോർ മിക്സിംഗ് ഓക്സിഡേഷൻ പോണ്ടിന്റെ കേസിൽ. പിന്നെ ലോ കോസ്റ്റ് ആന്ന് പറഞ്ഞു. അത് പക്ഷെ ഡീറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് കൂടുതലാണ്, കുറച്ച് ദിവസം തന്നെ എടുക്കും. ഡീറ്റൻഷൻ ടൈം അറ്റ്ലീസ്റ്റ് 7 days എങ്കിലും വേണം, 7 ദിവസം എങ്കിലും വേണം. അത് നമുക്ക് 2 to 6 weeks ആ ഒരു റേഞ്ചിലേക്ക് പോകാം. ഡീറ്റൻഷൻ ടൈം കൂടുതലാണെന്ന് ഓർത്തിരിക്കാം. പിന്നെ ഇവിടെ ഓർഗാനിക് വേസ്റ്റിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ നടക്കുന്നത് ബാക്ടീരിയൽ ആൽഗൽ സിംബയോസിസ് വഴിയാണ്. ബാക്ടീരിയൽ ആൽഗൽ സിംബയോസിസ്, ഈ കീ പോയിന്റ്സ് ഓർത്തിരിക്കുക കേട്ടോ. ബാക്ടീരിയൽ ആൽഗൽ സിംബയോസിസ് വഴിയാണ് ഇവിടെ സ്റ്റെബിലൈസേഷൻ പോസിബിൾ ആവുന്നത്. അപ്പൊ ഓക്സിഡേഷൻ പോണ്ട് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ ആൽഗയാണ് മെയിൻ റോള്. ബാക്ടീരിയ ഒക്കെ പ്രൈമറി തന്നെ വരുന്നതാണ്. പിന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സീവേജിനെ ട്രീറ്റ് ചെയ്യാനാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ പ്രോസസ് വഴിയാണ് മിക്സിങ്, വിൻഡോ, ഹീറ്റ് ഒക്കെ ഉപയോഗിച്ചാണ് മിക്സിങ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഡീറ്റൻഷൻ പീരീഡ് വളരെ കൂടുതലാണ്, 7 days, ചില കേസിൽ 2 to 6 weeks വരും. പിന്നെ ബാക്ടീരിയൽ ആൽഗൽ സിംബയോസിസ് വഴിയാണ് ഇവിടെ ഓർഗാനിക് മാറ്ററിന്റെ സ്റ്റെബിലൈസേഷൻ പോസിബിൾ ആവുന്നത്. ബാക്ടീരിയൽ ആൽഗൽ സിംബയോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ ആൽഗലിന്റെ ആ ഒരു പ്രോസസ്സ്, ആൽഗെ ബാക്ടീരിയ ഡിസോൾഡ് ഓക്സിജൻ ഉപയോഗിച്ച് അവിടെ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നു. അവര് വിഡ്രോ ചെയ്യുന്ന, അവര് ഡിസ്ചാർജ് ചെയ്യുന്ന ഗ്യാസ് നമ്മുടെ ആൽഗെ കൺസ്യൂം ചെയ്ത് അവർ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് വീണ്ടും അവിടെ ഓക്സിജനെ എമിറ്റ് ചെയ്യുന്നു. അതാണ് ഈ ബാക്ടീരിയൽ ആൽഗൽ സിംബയോസിസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആ പേര് മാത്രം അറിഞ്ഞിരുന്ന മതി കേട്ടോ. നമ്മുടെ ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നുള്ള ഓർഗാനിക് മെറ്റീരിയൽസ് മൈക്രോബിയൽ പോപ്പുലേഷൻ മൈക്രോബ്സ് ഒക്കെ കൺസ്യൂം ചെയ്തിട്ട് അവർ ആ മാറ്ററിനെ ഓർഗാനിക് മാറ്ററിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. എന്നിട്ട് നൈട്രേറ്റ്സും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കൺസ്യൂം ചെയ്ത് ആൽഗെ ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്തിട്ട് അവിടെ ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നു. വീണ്ടും ഈ മൈക്രോബ്സ് മൈക്രോബ്സ് ഈ ഓക്സിജനെ കൺസ്യൂം ചെയ്ത് ഓർഗാനിക് മാറ്ററിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. അതാണ് ബാക്ടീരിയൽ ആൽഗൽ സിംബയോസിസ് എന്ന് പറയുന്നത്. അതാണ് ആ പ്രോസസ്. അതൊന്നും അറിഞ്ഞിരിക്കേണ്ട, ഈ ഒരു പേര് അറിഞ്ഞിരിക്കുക. ബാക്ടീരിയൽ ആൽഗൽ സിംബയോസിസ് വഴിയാണ് ഇവിടെ ഓർഗാനിക് മാറ്ററിന്റെ സ്റ്റെബിലൈസേഷൻ പോസിബിൾ ആവുന്നത്. ഇനി നമ്മുടെ ഓക്സിഡേഷൻ പോണ്ട് അവിടെ നടക്കുന്ന ബയോളജിക്കൽ ആക്ടിവിറ്റി 3 രീതിയിൽ അടക്കാം.
എയറോബിക്കും ഉണ്ട്. നമ്മൾ നമ്മുടെ എയറോബിക് പ്രോസസ്സും അനേറോബിക് പ്രോസസ്സ് തന്നെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. എയറോബിക് ഓക്സിഡേഷൻ ബോണ്ടും ഉണ്ട്, അനേറോബിക് ഓക്സിഡേഷൻ ബോണ്ടും ഉണ്ട്. അപ്പൊ 3 രീതിയിൽ തന്നെയുണ്ട് ഇവിടെ. എയറോബിക് പ്രോസസ്സ്, അനേറോബിക് പ്രോസസ്സ്, അതുപോലെ തന്നെ എയറോബിക് അനേറോബിക് പ്രോസസ്സ്. അതിൽ എയറോബിക് പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറോബിക് കണ്ടീഷൻ ആയിരിക്കും. അനേറോബിക് പ്രോസസ്സിൽ ഈ എയറോബിക് നമ്മുടെ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലല്ലോ. അപ്പൊ അവിടെ അനേറോബിക് കണ്ടീഷനിൽ എങ്ങനെയാ ക്യാരി ഔട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഞാൻ പറയാം. അവിടെ ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയയും അതുപോലെ തന്നെ മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ, ഈ 2 ബാക്ടീരിയ അനേറോബിക്കിന്റെ കേസിൽ അനേറോബിക് പ്രോസസ്സിന്റെ കേസിൽ അവിടെ ഓക്സിജന്റെ പ്രസൻസ് ഇല്ല. അപ്പൊ അവിടെ എങ്ങനെയാ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ, മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ, ഈ 2 ബാക്ടീരിയയുടെ എഫക്റ്റ് മൂലം അവരാണ് അവിടെ ആ ഒരു ഓർഗാനിക് മാറ്ററിന്റെ സ്റ്റെബിലൈസേഷൻ പോസിബിൾ ആക്കുന്നത്. മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ. Action of acid producing bacteria and methane producing bacteria forms stabilized organic matter. അപ്പോ അനേറോബിക് പ്രോസസ്സിന്റെ കേസിൽ അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോ വേണ്ട കേട്ടോ, അത് വേറെ ഏതൊരു പ്രോസസ്സിൽ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇവിടെ അനേറോബിക് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രോസസ്സ് പറഞ്ഞാൽ ഫാക്കൾട്ടേറ്റീവ് ആണ്. അതിൽ 2ന്റെ ആക്ഷൻ ഉണ്ടാവും, 2 കണ്ടീഷനും നിലവിലുണ്ടാവും. പിന്നെ ഇതിന്റെ കേസിൽ ഈ ഓക്സിഡേഷൻ പോണ്ട് നമുക്ക് സീപ്പേജ്, ഓക്സിഡേഷൻ പോണ്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഒരു പോണ്ട് പോലെ കൺസ്ട്രക്ട് ചെയ്യണതാണ്. അപ്പൊ അതിന്റെ സീപ്പേജ്, വാട്ടർ ഒന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ ലോഡ്, ഈ സീവേജ് ഒന്നും പെർക്കുലേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ലൈനിങ്, കോൺക്രീറ്റിന്റെ ലൈനിങ്ങോ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ലൈനിങ് ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആ വാളിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻസൈഡ് വാളിന് 2:1 ആണ് അവിടുത്തെ സ്ലോപ്പ്. ഔട്ട്സൈഡ് ആണെങ്കിൽ 3:1 ആണ്. ഔട്ട്സൈഡ് ലെവി വാൾ എന്ന് പറയുന്നത് അതിന്റെ സ്ലോപ്പ്. പിന്നെ ഡെപ്ത് എന്ന് പറയുന്നത് 2.5 to 3 മീറ്റർ. ആ ഒരു ഡെപ്ത് ആണ് നമ്മുടെ ഓക്സിഡേഷൻ ബോണ്ടിന് കൊടുക്കുന്നത്. ഡെപ്ത് കൂടുന്തോറും അടിയിലേക്ക് പോകുന്തോറും അനേറോബിക് കണ്ടീഷൻ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ഡെപ്ത് കൊടുക്കില്ല എയറോബിക്കിന്റെ കേസിൽ. അത്രയാണ് നമ്മുടെ ഓക്സിഡേഷൻ ബോണ്ടിന്റെ കേസിൽ മെയിൻ ആയിട്ടുള്ളത്. മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുക ആൽഗൽ ബാക്ടീരിയ സിംബയോസിസ് വഴിയാണ് അവിടെ ഓർഗാനിക് മാറ്ററിന്റെ സ്റ്റെബിലൈസേഷൻ നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കാം. അതെന്താന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവര് എമിറ്റ് ചെയ്യുന്ന ബൈ പ്രോഡക്റ്റിനെ ബാക്ടീരിയ എമിറ്റ് ചെയ്യുന്ന ബൈ പ്രോഡക്റ്റിനെ കൺസ്യൂം ചെയ്തിട്ട് ആൽഗെ ഫോട്ടോസിന്തസിസ് നടത്തുന്നു. അതിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഓക്സിജനെ എമിറ്റ് ചെയ്യുന്നു. അത് വീണ്ടും ഉപയോഗിച്ച് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. 3 തരത്തിലുണ്ട്, എയറോബിക്, അനേറോബിക് ആൻഡ് അനേറോബിക്. അനേറോബിക്കിൽ ആസിഡ് പ്രൊഡ്യൂസിംഗ് ബാക്ടീരിയ, മീഥേൻ പ്രൊഡ്യൂസിംഗ് ബാക്ടീരിയ ആണ് അവിടെ ഈ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഡീറ്റൻഷൻ പീരീഡ് വളരെ കൂടുതലാണ്. അതുപോലെ കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും കുറവായിരിക്കും. ഇനി അടുത്തതാണ് റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടർ. ഇതെല്ലാം മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ് ആണ്. റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടർ. എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ട്രീറ്റ്മെന്റിൽ ഏറ്റവും ന്യൂ മെത്തേഡാണ്. ഇതിന് നമുക്ക് റൊട്ടേറ്റിംഗ് ഡിസ്ക് ബയോളജിക്കൽ കോണ്ടാക്ടർ എന്ന് പറയാറുണ്ട്. ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീരീസ് ഓഫ് ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ CD ഡിസ്ക് അല്ല, നല്ല തിക്നെസ് ഒക്കെ ഉള്ള ഡിസ്കുകൾ ഒരു ഷാഫ്റ്റിൽ റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിന് കുറെ ഡിസ്കുകൾ അങ്ങനെ ഓർത്ത് നോക്കിയത്. നമ്മുടെ CD കോമ്പാക്ട് ഡിസ്കിന്റെ കാര്യം ഓർത്ത് നോക്കാം. ഇങ്ങനെ ഒരു ഷാഫ്റ്റില് ഡിസ്കുകൾ സീരിയസ് ആയിട്ട് പ്ലേസ് ചെയ്തേക്കുന്നു. എന്നിട്ടാണ് ഇവിടെ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ്സാണ്. നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ കേസ് പറഞ്ഞില്ലേ, അതുപോലെ അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ്സാണ്. ഇവിടുത്തെ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക് ആണ്. ആ ഡിസ്കിലേക്കാണ് മൈക്രോ ഓർഗാനിസംസ് അറ്റാച്ച് ചെയ്യുന്നത്. അവിടെ ഒരു ഗ്രാവലോ സാൻഡിറ്റോ ഒക്കെ ഒരു ലെയർ ആയിരുന്നു. ഈ ഒരു കേസിൽ എന്ന് പറയുന്നത് ആ ഡിസ്ക് ആണ്, ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസ്ക് ആണ് അവിടുത്തെ മീഡിയ എന്ന് പറയുന്നത്. ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു 40% ഇമേഴ്സ് ചെയ്തായിരിക്കും പ്രൊവൈഡ് ചെയ്യണത്. ഇവിടെ നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് വാട്ടർ എൻറ്റേഴ്സ് ബിറ്റ്വീൻ സർഫസ് ഓഫ് ഡിസ്ക്. ഡിസ്ക് ഇങ്ങനെ ഒരു ഷാഫ്റ്റിൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് വെക്കുക.
അതിങ്ങനെ ഒരു എന്താ ഡിസ്റ്റൻസിലായിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കണത്. എന്നിട്ട് നമ്മുടെ ഇൻഫ്ലുവന്റ് ഇങ്ങോട്ട് പാസ് ചെയ്യിക്കുന്നു, ഈ ഡിസ്കിന്റെ ഇടയിലുള്ള സ്പേസിലേക്ക് പാസ് ചെയ്യിക്കുന്നു. എന്നിട്ട് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എയർ ആ വോയിഡ്സിലൊക്കെ എൻട്രി ചെയ്യും. ഷാഫ്റ്റ് നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എയർ സർക്കുലേഷൻ ഉണ്ടായിട്ട് അവിടെ എയർ എൻട്രി ചെയ്യും. എന്നിട്ട് അവിടെ എയറിന്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ പ്രസൻസ് ആയി അവിടെ ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാവും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഈ ഡിസ്കിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കും. അതാണ് നമ്മുടെ മീഡിയ എന്ന് പറയുന്നത്, ഈ ഡിസ്ക് ആണ്, അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കും. എന്നിട്ട് ഫിലിം അഡ്സോർബ്സ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. ആ ഫിലിമിലെ ആ ഡിസ്ക്, ആ ഫിലിം ഓർഗാനിക് പൊല്യൂട്ടൻസിനൊക്കെ അഡ്സോർബ് ചെയ്യും. എന്നിട്ട് ക്ലിയർ ആയിട്ടുള്ള എഫ്ലുവന്റിനെ നമ്മുടെ ക്ലാരിഫയറിലേക്ക് പാസ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് ആണ്. ആ മീഡിയ എന്ന് പറയുന്നത് ഡിസ്ക് ആണ്, ഒരു സീരിയസ് ആയിട്ട് കൊടുക്കുന്ന ഡിസ്ക്. ആ ഡിസ്കിന് സ്പേസിംഗ് ഒക്കെ ഉണ്ട്. ആ ഒരു സ്പേസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ക് ആണ് ഇവിടുത്തെ മീഡിയ എന്ന് ഓർക്കുക. അതൊരു പകുതി മുങ്ങിയായിരിക്കും ഇരിക്കുന്നത് ആ മീഡിയയില്. മീഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് ഇൻഫ്ലുവന്റ് അതിലേക്ക് വരുമ്പോഴത്തേക്കും ഡിസ്ക് പാർഷ്യലി ആയിരിക്കും, 40% ആയിരിക്കും ഇമേഴ്സ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇൻഫ്ലുവന്റ് വരുന്നു, ഡിസ്കിന്റെ ഇടയ്ക്കേക്ക് കയറുന്നു, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, എയർ സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ എയറിന്റെ പ്രസൻസ് ഉള്ള കാരണം അവിടെ ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. മൈക്രോ ഓർഗാനിസം ഡിസ്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. പിന്നെ ക്ലിയർ ആയിട്ടുള്ള എഫ്ലുവന്റിനെ നമ്മൾ റിമൂവ് ചെയ്ത് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിൽ കളക്ട് ചെയ്യും. അതാണ് റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടറിൽ നടക്കുന്നത്. അതിന്റെയും ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റും ഓർഗാനിക് ലോഡിംഗ് റേറ്റും പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ 0.04 to 0.06 മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ. ഓർഗാനിക് ലോഡിംഗ് റേറ്റ് എന്ന് പറയുന്നത് 0.05 to 0.06 കിലോഗ്രാം BOD5 പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ. ഇനി നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. സ്പീഡ് ഇച്ചിരി കൂടി കൊണ്ടെന്ന് തോന്നുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് പറയണ്ട കേട്ടോ. ഇതിൽ റൊട്ടേറ്റിംഗ് ബയോളജി കോണ്ടാക്ട് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് ആണെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ ഒരു പുതിയ മെത്തേഡ് ആണ്. അതുപോലെ ഡിസ്കിന്റെ കേസ്, അതാണ് അവിടുത്തെ മീഡിയ, അതാണ് ഇമ്പോർട്ടന്റ് ഉള്ളൂ. ഇത് ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല ഈ ഒരു റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടിൽ. അടുത്ത ഓർണാണ് അപ്ഫ്ലോ അനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ്. അപ്ഫ്ലോ അനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് റിയാക്ടർ. അപ്ഫ്ലോ അനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് റിയാക്ടർ ആണ് നെക്സ്റ്റ് വൺ, അല്ലെങ്കിൽ UASB എന്ന് പറയും കേട്ടോ. UASB. ഈ ഒരു കേസിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അനേറോബിക് പ്രോസസ് ആണ്. ഓക്സിജന്റെ പ്രസൻസ് ഇല്ല, അനേറോബിക് പ്രോസസ് ആണ്. ഈ കേസ് സോലുബിൾ ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറിനും അതുപോലെ തന്നെ പർട്ടിക്കുലേറ്റ് മാറ്റർ, വേസ്റ്റ് വാട്ടറിൽ പർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആണ്. പിന്നെ ഇതിനകത്തൊരു അപ്ഫ്ലോ ട്രീറ്റ്മെന്റ് ടാങ്ക് ആണുള്ളത്. നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്, നമ്മുടെ ഇൻഫ്ലുവന്റ് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് ഇൻഫ്ലുവന്റ് പാസ് ചെയ്യിക്കുന്നത്. ബോട്ടം ടാങ്കിൽ നിന്നാണ് ഇൻഫ്ലുവന്റ് മേളിലേക്ക് പാസ് ചെയ്യിക്കുന്നത്. അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു ഇങ്ങനെ ഇതിനു മുമ്പും ഇങ്ങനെ ഇൻഫ്ലുവന്റ് പാസ് ചെയ്ത് അവിടെ ഒരു സ്ലഡ്ജ് ബ്ലാങ്കറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഒരു ബ്ലാങ്കറ്റ് പോലെ സ്ലഡ്ജ് ഫോം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു ടാങ്കിൽ തന്നെയാണ് ചെയ്യണത്. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഒരു സ്ലഡ്ജ് ഫോം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഇൻഫ്ലുവന്റ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ സ്ലഡ്ജിന്റെ ഇടയ്ക്ക് വീണ്ടും ആ ഓർഗാനിക് മാറ്റർ കയറി സെറ്റിൽ ആവും. പിന്നെ ഇതിനൊരു 3 സോൺ ആയിട്ടുണ്ട്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അങ്ങനെ ഒരു 3 സോണും ഈ ഒരു സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അങ്ങനെ 3 സോണും ഉണ്ട് ഈ ഒരു കേസിൽ. ഇപ്പൊ വേസ്റ്റ് വാട്ടർ എൻറ്റർ ഫ്രം ബോട്ടം, ഫ്ലോ അപ്വേർഡ് ത്രൂ സ്ലഡ്ജ് ബെഡ്. ഈ സ്ലഡ്ജ് ബെഡ് തന്നെയാണ് ബ്ലാങ്കറ്റ്. മുകളിലേക്ക് വേസ്റ്റ് വാട്ടർ ഫ്ലോ ചെയ്യുന്നു. എന്നിട്ട് ഈ സ്ലഡ്ജ് ബെഡില്
മൈക്രോബ്സിനെ ഡെവലപ്പ് ചെയ്യുവാണ്. ഓക്സിജൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഗ്രോ ചെയ്യാൻ പാകത്തിന്, അതിന് സർവേ ചെയ്യാൻ പറ്റിയ മൈക്രോബ്സിനെ ഈ ഒരു സ്ലഡ്ജ് ബ്ലാങ്കറ്റ് ഡെവലപ്പ് ചെയ്യിക്കും. ഇത് അനേറോബിക് പ്രോസസ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഓക്സിജൻ ഇല്ല. അപ്പൊ അനേറോബിക് കണ്ടീഷനിൽ സർവേ ചെയ്യാൻ പറ്റിയ ഓക്സിജനെ ഈ സ്ലഡ്ജ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് അവിടെ ഫോം ചെയ്യിക്കും. എന്നിട്ട് ഈ ബ്ലാങ്കറ്റ് ഈ സസ്പെൻഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയൊക്കെ ട്രാപ്പ് ചെയ്യും. എന്നിട്ട് ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ അവിടെ ഡീകമ്പോസിഷൻ പോസിബിൾ ആക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് മീഥേനും കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ അനേറോബിക് കണ്ടീഷനിൽ ഫോം ചെയ്യുന്ന ഗ്യാസസ് ഇല്ലേ, അതൊക്കെ ഫോം ചെയ്യും. മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും അവിടെ ഫോം ചെയ്യും. ഈ പിന്നീടുള്ള മിക്സിങ്ങിന് വേണ്ടി ഈ ഫോം ചെയ്യുന്ന ഗ്യാസസ് ആണ് ഇവിടെ നല്ല എഫിഷ്യന്റ് ആയിട്ട് മിക്സിങ് പോസിബിൾ ആക്കുന്നത്. അത്രയാണ് ഈ ഒരു കേസിലുള്ളൂ. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ബോട്ടത്തിൽ നിന്നാണ് ഫീഡ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. പിന്നെ അവിടെ ഫോം ചെയ്യണ ഇങ്ങനെ സ്ലഡ്ജ് പാസ് ചെയ്ത് ഒരു സ്ലഡ്ജിന്റെ ബെഡ് പോലെ ക്രിയേറ്റ് ചെയ്യും. അതിനാണ് ബ്ലാങ്കറ്റ് എന്നാണ് ഓർത്തിരിക്കാം. എന്നിട്ട് ഈ സ്ലഡ്ജ് ബ്ലാങ്കറ്റ് ഒരു അനേറോബിക് ആയിട്ടുള്ള അനേറോബിക് ബാക്ടീരിയനെ ഡെവലപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ സർവേ ചെയ്യുന്ന അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയനെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ ഡൈജഷൻ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് അവിടെ മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഫോം ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രോസസ്സ്. അത്രയാണ് അപ്ലോ അനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് റിയാക്ടറിന്റെ കേസിലുള്ളൂ. ഇനി അടുത്താണ് സ്ലഡ്ജ് ഡിസ്പോസൽ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മെയിൻ ആയിട്ട് ട്രിക്ലിംഗ് ഫിൽറ്ററും ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും പറഞ്ഞു. പിന്നീട് നമ്മൾ മിസ്ലേനിയസ് ആയിട്ട് കുറെ ട്രീറ്റ്മെന്റ് പറഞ്ഞു. ഓക്സിഡേഷൻ ഡിച്ച്, ഓക്സിഡേഷൻ പോണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് UASB, പിന്നെ ഏതോ പറഞ്ഞില്ലേ, അങ്ങനെ 3-4 പറഞ്ഞു. അതെല്ലാം മിസ്ലേനിയസ് ട്രീറ്റ്മെന്റാ. ഇനിയിപ്പോ സ്ലഡ്ജിന്റെ ഡിസ്പോസൽ. നമുക്ക് ഇങ്ങനെ ഫോം ചെയ്ത് നമ്മുടെ സെക്കൻഡറി സെല്ലിംഗ് ടാങ്കിൽ സ്ലഡ്ജ് ഫോം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ സ്ലഡ്ജിന്റെ ഡിസ്പോസൽ നമ്മുടെ ഇങ്ങനെ ഫോം ചെയ്ത സ്ലഡ്ജില് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിന്റെ സ്റ്റെബിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ 2 പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത്. എഫ്ലുവന്റും ഫോം ചെയ്യും, അതുപോലെ തന്നെ സ്ലഡ്ജും ഫോം ചെയ്യും. ട്രീറ്റ് ചെയ്ത എഫ്ലുവന്റ് നേരിട്ട് നമ്മൾ ലാൻഡിലേക്കോ സ്ട്രീമിലേക്കോ വാട്ടർ ബോഡീസിലേക്കോ എന്തെങ്കിലും ഡിസ്ചാർജ് ചെയ്യും. പക്ഷെ സ്ലഡ്ജ് വീണ്ടും അവിടെ കുറച്ച് പ്രോസസ്സിനും കൂടെ ക്യാരി ഔട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ സ്ലഡ്ജിൽ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേണം, അതിനെ ഡ്രൈ ആക്കിയിട്ട് വേണം നമുക്ക് എന്നാലാണ് അതിന്റെ ആ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോ സ്ലഡ്ജ് ഡിസ്പോസലില് നമുക്ക് സെക്കൻഡറി സെല്ലിംഗ് ടാങ്കിൽ നിന്ന് കിട്ടുന്ന എഫ്ലുവന്റും സ്ലഡ്ജിന്റെയും ട്രീറ്റ്മെന്റ് ആണ്. എഫ്ലുവന്റിന് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, നേരിട്ട് ഡിസ്പോസ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. സ്ലഡ്ജിനെ ട്രീറ്റ്മെന്റ് വീണ്ടും കൊടുക്കണം. ആ സ്ലഡ്ജിന്റെ ട്രീറ്റ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 6 എണ്ണം ഉണ്ട്. ഒന്ന് സ്ലഡ്ജ് തിക്കനിങ് ഓർ കോൺസെൻട്രേഷൻ, രണ്ടാമത്തതാണ് ഡൈജഷൻ, സ്ലഡ്ജ് ഡൈജഷൻ, മൂന്നാമത്തതാണ് കണ്ടീഷനിങ്, ഫോർത്ത് വൺ ആണ് ഡീവാട്ടറിങ്, ഫിഫ്ത്ത് വൺ ആണ് ഡ്രൈയിങ്, സിക്സ്ത് വൺ ഇൻസിനറേഷൻ. ഇത് നമ്മുടെ സ്ലഡ്ജ് ഡിസ്പോസലിന്റെ അല്ലെങ്കിൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റിന്റെ പ്രോസസ് ആട്ടോ. സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് ഇൻസിനറേഷൻ. ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് ഈ പറയുന്നത്. ഈ പേര് ഓർത്തിരിക്കണേ. അപ്പൊ ഇതിന്റെ അകത്ത് ഈ തിക്കനിങ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതില് ഡൈജഷനും ഡ്രൈയിങ്ങും മാത്രമാണ് നമ്മുടെ സിലബസിലുള്ളൂ. അത് പറയാനുള്ള സമയമുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ തിക്കനിങ് ഒക്കെ ഒന്ന് എന്താണെന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. അപ്പൊ ഡൈജഷനും സ്ലഡ്ജ് ഡ്രൈയിങ്ങും എന്താന്ന് നമുക്ക് നോക്കാം. മനസ്സിലാവണ്ടല്ലോ അല്ലെ? സ്ലഡ്ജിന്റെ ഡിസ്പോസല് എഫ്ലുവന്റ് ഉണ്ടാവും, സ്ലഡ്ജും ഉണ്ടാവും. ഈ സ്ലഡ്ജ് വീണ്ടും ട്രീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള മെത്തേഡ്സ് ആണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. അതിൽ സ്ലഡ്ജ് ഡൈജഷൻ എന്താന്ന് നോക്കാം. സ്ലഡ്ജ് ഡൈജഷൻ അത് 2 തരത്തിലുണ്ട്. എയറോബിക്കും ഉണ്ടാവും, അനേറോബിക്കും ഉണ്ടാവും സ്ലഡ്ജ് ഡൈജഷൻ.
ഈ അനേറോബിക്ക് വീണ്ടും, അനേറോബിക് നമുക്കറിയാം ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അനേറോബിക്ക് വീണ്ടും രണ്ട് തരത്തിലുണ്ട്. ആസിഡ് ഫെർമെന്റേഷൻ സ്റ്റേജും നമ്മൾ കുറച്ചു നേരം മുമ്പ് പറഞ്ഞില്ലേ, ഏതൊരു പ്രോസസ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ഓക്സിഡേഷൻ പോണ്ടിന്റെ കേസിൽ പറഞ്ഞില്ലേ, അനേറോബിക് പ്രോസസ്സിൽ ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ അതുപോലെ തന്നെ മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയയുടെ എഫക്ട് മൂലമാണ് അവിടെ സ്റ്റെബിലൈസേഷൻ നടക്കുന്നതെന്ന്. അത് തന്നെയാണ് ഇവിടെ അനേറോബിക്കില് ആസിഡ് ഫെർമെന്റേഷൻ സ്റ്റേജും പിന്നെ അതുപോലെ തന്നെ മീഥൈൻ ഫെർമെന്റേഷൻ സ്റ്റേജ്, അങ്ങനെ രണ്ട് സ്റ്റേജ് ഉണ്ട്. സ്ലഡ്ജ് ഡൈജഷനിൽ രണ്ട് പ്രോസസ് ഉണ്ട്, എയറോബിക്കും അനേറോബിക്കും. അനേറോബിക് എന്ന് വെച്ചാൽ വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. again classified into two types, acid fermentation and methane fermentation. അതിൽ ആസിഡ് ഫെർമെന്റേഷൻ സ്റ്റേജില് ഹൈ മോളിക്കുലാർ വെയിറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഹൈഡ്രോളിസിസും ലിക്വിഫാക്ഷനും ആണ് നടക്കുന്നത്. ഇതിന് നമുക്ക് വാട്ടറിനെയാണ് ഇതിന്റെ അന്ന് റിമൂവ് ചെയ്യേണ്ടത്. ഈ എല്ലാ പ്രോസസ്സിനും വാട്ടറിനെ റിമൂവ് ചെയ്യണം, മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യണം. എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ലഡ്ജില്ലേ, സ്ലഡ്ജിനെ, ആസിഡിന്റെ കേസിലാണ്, സ്ലഡ്ജിനെ ഓർഗാനിക് ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സ്ലഡ്ജ് ഇസ് കൺവേർട്ടഡ് ടു ഓർഗാനിക് ആസിഡ്. ആസിഡ് ഫെർമെന്റേഷൻ സ്റ്റേജിൽ സ്ലഡ്ജിനെ ഓർഗാനിക് ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഓർഗാനിക് ആസിഡ്സ് മൂന്ന് തരത്തിലാണ് സാധാരണ ആസിഡ്സ് ഫോം ചെയ്യാറ്. അസറ്റിക്, ബ്യൂട്ടേറിൽ, അതുപോലെ തന്നെ പ്രൊപ്പിയോണിക്. ഈ മൂന്ന് ആസിഡ്സ് ആണ് മെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നത്. സ്ലഡ്ജിനെ ഓർഗാനിക് ആസിഡ്സ് ആയിട്ട് അത് ആസിഡ് ഫെർമെന്റേഷൻ സ്റ്റേജിൽ ഫോം ചെയ്യും. ഈ മൂന്ന് ആസിഡ്സ് ആണ് മെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത് ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയാസ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആസിഡ് ഫെർമെന്റേഷനിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി മീഥേൻ ഫെർമെന്റേഷൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്ത ഓർഗാനിക് ആസിഡ്സിനെ ഗ്യാസ് ആയിട്ട് മാറ്റും. എന്നുവെച്ചാൽ മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മള് കുറച്ചു നേരം പറഞ്ഞ UASBയിലും മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും ആയിരുന്നു എൻ പ്രൊഡക്റ്റ്. കാരണം എല്ലാ അനേറോബിക് പ്രോസസ്സിലും ഗ്യാസസ് ആണ് ഇവോൾവ് ചെയ്യുന്നത് എൻ പ്രൊഡക്റ്റ് ആയിട്ട്. മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, പിന്നെ നൈട്രജൻ ഒക്കെയാണ് ഇവോൾവ് ചെയ്യാറ്. അപ്പൊ ഓർഗാനിക് ആസിഡ്സിനെ വീണ്ടും മീഥേനും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറ്റും. അങ്ങനെയാണ് ഇവിടെ സ്ലഡ്ജ് ഡൈജഷൻ പോസിബിൾ ആക്കുന്നത്. ഈ നമ്മുടെ അനേറോബിക് പ്രോസസ്സിലായിരിക്കും മോർ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റഡ് ആയിട്ടുള്ള സ്ലഡ്ജിന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വോളറ്റൈൽ സോളിഡ്സിന്റെ റേറ്റ് 200 to 400 mg/L ആണ് ഇവിടെ ഫോം ചെയ്യേണ്ടത്. നമുക്ക് ഇവിടുത്തെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഓൾറെഡി ഫോം ചെയ്ത സ്ലഡ്ജിനെ വീണ്ടും ട്രീറ്റ് ചെയ്തിട്ട് അവിടെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നടത്തുന്ന ട്രീറ്റ്മെന്റ് എല്ലാം സ്ലഡ്ജിന്റെ വോളിയം കുറയ്ക്കാൻ വേണ്ടിയാ. അതിന് ഇതിപ്പോ ഗ്യാസ് ആയിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ അവിടുത്തെ വോളിയം റെഡ്യൂസ് ചെയ്യും. അത് തന്നെയാണ് ഈ സ്ലഡ്ജിന്റെ ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ എല്ലാ കേസിലും നടക്കുന്നത് കേട്ടോ. അപ്പൊ സ്ലഡ്ജേഷൻ രണ്ട് പ്രോസസ്സ്, എയറോബിക്, അനേറോബിക് ആസിഡ് ഫെർമെന്റേഷനും മീഥേൻ ഫെർമെന്റേഷനും. ആസിഡ് ഫെർമെന്റേഷൻ, sludge is converted to organic acid, acetic acid, butyryl acid and propionic acids are formed, and these acids again converted to methane and carbon dioxide by the action of methane producing bacteria. ആദ്യം ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആക്ട് ചെയ്ത് ഓർഗാനിക് ആസിഡ് ആക്കും. മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആക്ട് ചെയ്ത് ഓർഗാനിക് ആസിഡിനെ മീഥേനും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറ്റും. അത്രയാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇനി എയറോബിക് സ്ലഡ്ജ് ഡൈജഷന്റെ കേസിൽ ലോങ് ടൈം എയറേഷൻ വഴിയാണ്. എയറോബിക് എന്ന് പറയുമ്പോൾ എന്താ, ഓക്സിജന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ലോങ് ടൈം എയറേഷൻ വഴിയാണ് അവിടെ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അവിടെയും വോളിയം റിഡക്ഷൻ തന്നെയാണ് രണ്ടിടത്തെയും പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യണത് ഒന്നെങ്കിൽ സെക്കൻഡറി ടാങ്ക് ഹ്യൂമസിന് മാത്രമായിട്ട്, അല്ലെങ്കിൽ പ്രൈമറിയും സെക്കൻഡറി ടാങ്കും. സെക്കൻഡറിയിൽ മാത്രം കിട്ടിയ ആ ഒരു സ്ലഡ്ജിന് മാത്രമായിട്ട്, അല്ലെങ്കിൽ സെക്കൻഡറിയിലും പ്രൈമറിയിലും കിട്ടിയ സ്ലഡ്ജിന്റെ കോമ്പിനേഷന് വേണ്ടിയാണ് ഈ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യണത്. അല്ലാതെ പ്രൈമറിയിൽ നിന്ന് കിട്ടിയ ആ സ്ലഡ്ജിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എയറോബിക് പ്രോസസ്സ് യൂസ് ചെയ്യാറില്ല. മനസ്സിലായോ? എയറോബിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജന്റെ പ്രസൻസ് ആണ്. നന്നായിട്ട് ലോങ് ടേം എയറേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്.
ലോങ് ടൈം എയറേഷൻ ആണ് ഈ ഒരു പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ സ്ലഡ്ജിന്റെ വോളിയം കുറയ്ക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് കിട്ടിയ സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് കിട്ടിയ സ്ലഡ്ജിന് ഈ ട്രീറ്റ്മെന്റ് നടത്താറോ ഒന്നെങ്കിൽ സെക്കൻഡറി ട്രീറ്റ്മെന്റ് സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ പ്രൈമറിയും സെക്കൻഡറിയും രണ്ട് പ്രോസസ്സും ക്യാരി ഔട്ട് ചെയ്ത് സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് കിട്ടിയ സ്ലഡ്ജിനാണ് എയറോബിക് പ്രോസസ്സ് നടത്തുള്ളൂ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട. ലോങ് ടൈം എയറേഷൻ ആണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അതിന്റെ 2-3 റേഞ്ച് ഒക്കെ എഴുതിയിട്ടുണ്ടേ, അപ്പൊ നോക്കണേ. അപ്പോൾ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രോസസ്സാണ് സ്ലഡ്ജ് ഡൈജഷൻ. 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, എയറോബിക്കും അനേറോബിക്കും. അനേറോബിക് പിന്നെയുണ്ട് മീഥേൻ പ്രൊഡ്യൂസിംഗും ഉണ്ട്, അതുപോലെ തന്നെ മീഥേൻ ഫെർമെന്റേഷനും ഉണ്ട്, ആസിഡ് ഫെർമെന്റേഷനും ഉണ്ട്. ഇതിന്റെ മെത്തേഡ് മനസ്സിലായല്ലോ. പിന്നെ എയറോബിക് ലോങ് ടൈം എയറേഷൻ ആണ് കൊടുക്കുന്നത്. ഇനി അടുത്ത സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് സ്ലഡ്ജ് ഡ്രൈയിങ്. സ്ലഡ്ജ് ഡ്രൈയിങ്ങിനും വോളിയം റിഡക്ഷൻ തന്നെയാണ് അവിടത്തെയും എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചർ ഉള്ള ലൊക്കേഷനിലാണ്, ഹൈ ടെമ്പറേച്ചർ പ്ലേസസിലാണ് ഈ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഈ പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ഒരു 3 ലെയർ ആയിട്ടാണ് സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ലാൻഡിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണ കേട്ടോ, അല്ലാതെ വേറെ ടാങ്ക് ആയിട്ടൊന്നല്ല. ലാൻഡിൽ തന്നെ ഒരു എന്തെങ്കിലും പിച്ച് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ അതിനുള്ളൊരു കണ്ടീഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്യുക. അതിന്റെ അടിയിലത്തെ ലെയറിൽ ഗ്രാവലിന്റെ ഒരു ലെയർ കൊടുക്കും. ഇതിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് എബൌട്ട് 30 സെന്റിമീറ്റർ. ആക്യുറേറ്റ് അല്ല കേട്ടോ, എബൌട്ട് 30 സെന്റിമീറ്റർ ഡെപ്ത് ഉള്ള ഒരു ഗ്രാവലിന്റെ ലെയർ കൊടുക്കും. ഇനി ഇതിന്റെ താഴെ ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രെയിൻസ് ആണ്. ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളില് ഇങ്ങനെ നമ്മുടെ സീവേജ് ഒക്കെ ഇടും. ആ സീവേജിൽ നിന്ന് വാട്ടർ നമ്മളെ ഫിൽട്രേറ്റ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ഗ്രാവലിൽ എത്തുന്ന വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിനൊരു സ്പേസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഡ്രെയിൻസ് 6 മീറ്റർ എപ്പാർട്ടാണ് ഇതിന്റെ ഡിസ്റ്റൻസ് കൊടുക്കുന്നത്. ഇത് കൂടുതൽ ആവാൻ പാടില്ല. ഓരോ 6 മീറ്റർ കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മീറ്റർ താഴെയുള്ള ഏതൊരു വാല്യൂ കൂടുമ്പോൾ ഈ ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇനി അതിന്റെ മുകളിൽ കൊടുക്കുന്ന ലെയർ ആണ് സാൻഡിന്റെ ബെഡ്. ഒരു സാൻഡ് ബെഡ് കൊടുക്കും. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 15 to 13 സെന്റിമീറ്റർ ആണ്. 15 to 30 സെന്റിമീറ്റർ ഉള്ള ഒരു സാൻഡ് ബെഡ് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇതിന്റെ മുകളിലാണ് നമ്മുടെ സ്ലഡ്ജിനെ കൊണ്ടേ ഇടും. നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇടിയ സ്ലഡ്ജിനെ കൊണ്ടേ ഇടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലാന്ന് പറഞ്ഞുല്ലോ. അപ്പൊ സ്ലഡ്ജിന്റെ അകത്ത് കുറച്ച് എന്തെങ്കിലും, സ്ലഡ്ജ് എന്ന് പറയുമ്പോൾ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മോയ്സ്ചർ കണ്ടന്റ് എഫ്ലുവന്റ് ഇതിക്കടെ പാസ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഈ ഡ്രെയിനിക്കടെ പാസ് ചെയ്ത് നമ്മൾ അതിനെ റിമൂവ് ചെയ്യും. ബാക്കിയുള്ളത് ഹൈ ടെമ്പറേച്ചർ അല്ലേ, ആ ഒരു കണ്ടീഷനിൽ കിടന്ന് ഇവാപറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ സ്ലഡ്ജ് ഒരു ഡ്രൈ ബെഡ് ആയിട്ട് ഫോം ചെയ്യും. സ്ലഡ്ജിന്റെ ഒരു ഡ്രൈ ബെഡ് ഫോം ചെയ്യും. എന്നിട്ട് നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് മാറ്റും. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അത് ഷവലോ അതുപോലെ തന്നെ ഫോർക്കൊക്കെ ഉപയോഗിച്ച് ഈ ഡ്രൈ ബെഡിനെ റിമൂവ് ചെയ്യും. ഇത്രയാണ് നമ്മുടെ സ്ലഡ്ജ് ഡ്രൈയിങ്ങിൽ നടക്കുന്നത്. സ്ലഡ്ജ് ഡ്രൈയിങ് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിലാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അടിയിൽ ഒരു ഗ്രാവലിന്റെ ലെയർ ഉണ്ടാവും. ഇത് ഗ്രാവലിന്റെ ലെയർ ഉണ്ടാവും. പിന്നെ അതിന്റെ മുകളിൽ ഒരു സാൻഡിന്റെ ലെയർ ഉണ്ടാവും. പിന്നെ ഗ്രാവലിന്റെ ലെയറിന് താഴെ ഡ്രെയിൻ പൈപ്സ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ മുകളിൽ സ്ലഡ്ജ് ഇടും. എന്നിട്ട് സ്ലഡ്ജിൽ നിന്നുള്ള എഫ്ലുവന്റ് ഒക്കെ ഡ്രെയിൻ ചെയ്ത് ഈ ഡ്രെയിൻ പൈപ്പ് വഴി നമ്മൾ റിമൂവ് ചെയ്യും. ബാക്കിയുള്ള സ്ലഡ്ജ് അവിടെ റീറ്റെയിൻ ചെയ്തിട്ട് അതിന് ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡ്രൈ ബെഡ് പോലെ ഫോം ചെയ്തിട്ട് അത് വല്ല സ്ക്രേപ്പറോ ഷവലോ ഫോർക്കൊക്കെ ഉപയോഗിച്ച് റിമൂവ് ചെയ്യും. അതാണ് സ്ലഡ്ജ് ഡ്രൈയിങ്ങിൽ നടക്കുന്ന കേസ്. അപ്പൊ നമ്മുടെ സ്ലഡ്ജ് ഡൈജഷൻ കഴിഞ്ഞു, സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞു കേട്ടോ. സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് നമുക്കുള്ളത് സ്ലഡ്ജ് ഡൈജഷനും സ്ലഡ്ജ് ഡ്രൈയിങ്ങും ആയിരുന്നു. അത് കഴിഞ്ഞു. ഇനി നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്ക് പറഞ്ഞില്ലേ, ആ ഒരു ഏരിയയിൽ തന്നെ വരുന്ന രണ്ടാണ് സെപ്റ്റിക് ടാങ്കും ഇൻഹോഫ് ടാങ്കും. അതിൽ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് ഞാനൊരു 10 മിനിറ്റ് കൂടുതൽ ക്ലാസ് എടുക്കും കേട്ടോ. സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് ഈ സെപ്റ്റിക് ടാങ്കും ഇൻഹോഫ് ടാങ്ക് എന്ന് പറയുന്നത് പ്രൈമറി സെഡിമെന്റേഷന്റെ ഒരു മെത്തേഡ് തന്നെയായിരുന്നു. നമ്മൾ അവിടെ പറയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ കേസിൽ ഈ ഇംകോഫിന്റെ കേസിലും സെപ്റ്റിക് ടാങ്കിന്റെ കേസിലും അവിടെ സെഡിമെന്റേഷൻ മാത്രമല്ല നടക്കുന്നുള്ളൂ, അതിന്റെ കൂടെ ഡൈജഷനും കൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. പ്രൈമറി സെഡിമെന്റേഷന്റെ തന്നെ ഒരു പാർട്ടാണ്, പക്ഷെ സെഡിമെന്റേഷൻ കം ഡൈജഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ആണ് സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്കിന്റെ ഡിസൈൻസിൽ കുറച്ച് എലമെന്റ്സ് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ സെപ്റ്റിക് ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെഡിമെന്റേഷൻ കം ഡൈജഷൻ. സെഡിമെന്റേഷൻ സെപ്റ്റിക് ടാങ്ക് ഈസ് എ സെഡിമെന്റേഷൻ കം ഡൈജഷൻ ടാങ്ക് ആണ്. ഇവിടെ സ്ലഡ്ജ് സെറ്റിൽ ചെയ്യണത് അനേറോബിക്, ഡൈജഷൻ നടക്കുന്നത് അനേറോബിക് കണ്ടീഷനിലാണ്. അനേറോബിക് സ്ലഡ്ജ് ഡൈജഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. അനേറോബിക് സ്ലഡ്ജ് ഡൈജഷൻ ആണ് നടക്കുന്നത്. അതുപോലെ അനേറോബിക് സ്ലഡ്ജ് ഡൈജഷൻ നടക്കുമ്പോൾ നമ്മൾ എല്ലാ കേസിലും ഫോം ചെയ്യണ പോലെ തന്നെ ഇവിടെ ഹൈഡ്രജൻ സൾഫൈഡും മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഇവോൾവ് ചെയ്യും. ഈ ഗ്യാസസ് എന്ന് പറയുന്നത് ഭയങ്കര ഫൗൾ സ്മെൽ ആയതുകൊണ്ട് ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു മെക്കാനിസം കൊടുക്കും. അതാണ് വെന്റ് ഷാഫ്റ്റ്. വെന്റ് ഷാഫ്റ്റ് ഇതിന്റെ റിമൂവലിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് വെന്റ് ഷാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അത് കുറച്ച് ഒരു എന്താ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് എക്സ്പോസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് ഈ വെന്റ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സെപ്റ്റിക് ടാങ്കിന്റെ കേസിൽ നല്ല രീതിയിൽ ഒരു സ്ലഡ്ജ് റിഡക്ഷൻ, സ്ലഡ്ജിന്റെ ഡൈജഷൻ നടക്കും. സ്ലഡ്ജ് ഡൈജഷൻ നല്ല രീതിയിൽ ഈ ഒരു കേസിൽ നടക്കും. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ഈ ഒരുപാട് ഈ ഹൈഡ്രജൻ സൾഫൈഡിന്റെ മീഥേന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ കണ്ടന്റ് ഒരുപാട് കൂടുതലായ കാരണം നമ്മൾ വലിയ ഒത്തിരി കമ്പൈൻ ചെയ്തൊന്നും കൊടുക്കാറില്ല. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന്റെ കേസിൽ വെച്ചാൽ നമ്മുടെ ഹൗസസിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലോ അങ്ങനെ ഒരു 300 ആൾക്കാര് അതിൽ കൂടുതൽ വരുന്ന കേസസിലൊന്നും 300 പേഴ്സൺസ് അതിൽ കൂടുതൽ വരുന്ന കേസസിലൊന്നും ഈ സെപ്റ്റിക് ടാങ്ക് അഡോപ്റ്റ് ചെയ്യാറില്ല. പിന്നെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് തന്നെ എഫ്ലുവന്റും ഫൗൾ സ്മെല്ല് അറിഞ്ഞതായിരിക്കും. അപ്പൊ അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സോക്ക് പിറ്റൊക്കെ ഇല്ലേ, അതിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യേണ്ടത്, എന്നിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്. അതിന് ഈ എഫ്ലുവന്റ് ഡിസ്പോസ് ചെയ്യാൻ മെയിൻ ആയിട്ട് 3 മെത്തേഡ് ഉണ്ട്. എഫ്ലുവന്റ് ഡിസ്പോസൽ നടക്കുന്നത് സോയിൽ അഡ്സോർപ്ഷൻ സിസ്റ്റം, പേര് മാത്രം മതി കേട്ടോ, സോയിൽ അഡ്സോർപ്ഷൻ സിസ്റ്റം. അതിന്റെ 2 നമ്മുടെ സോക്ക് പിറ്റ്, സീപ്പേജ് പിറ്റ് അല്ലെങ്കിൽ സോക്ക് പിറ്റ്. നിങ്ങൾക്ക് മനസ്സിലായോ? സെപ്റ്റിക് ടാങ്കിൽ സ്ലഡ്ജ് ഡൈജഷൻ ഒക്കെ നടക്കും. അവിടെ നിന്നുള്ള എഫ്ലുവന്റിനെ നമ്മൾ ഈ പിറ്റ്, ഇനി പറയുന്ന 3 ടൈപ്പ് സിസ്റ്റം ഉണ്ട്, അതിലേക്ക് നമ്മൾ എഫ്ലുവന്റിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് സെപ്റ്റിക് ടാങ്ക് സോക്ക് പിറ്റും അല്ലേ. അപ്പൊ സെപ്റ്റിക് ടാങ്കിൽ ഡൈജഷൻ ഒക്കെ നടക്കും. എനേറോബിക് കണ്ടീഷനിലാണ് ഡൈജഷൻ നടക്കുന്നത്. അതുകൊണ്ട് മീഥേനും ഹൈഡ്രജൻ സൾഫൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഫോം ചെയ്യും. എന്നിട്ട് അവിടെയുള്ള ഫോം ചെയ്യുന്ന എഫ്ലുവന്റിനെ സോക്ക് പിറ്റിലേക്ക് റിമൂവ് ചെയ്യും. ഈ സോക്ക് പിറ്റ് ഈ സോയിൽ അഡ്സോർപ്ഷൻ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. അത് വേറെ പറഞ്ഞുകൊണ്ട് ഡിസ്പേഷൻ ട്രെഞ്ച്. രണ്ടാമത്തെ എഫ്ലുവന്റ് ഡിസ്പോസൽ സിസ്റ്റം ആണ് അപ്ഫ്ലോ ഫിൽറ്റർ. അടുത്തതാണ് ബയോളജിക്കൽ ഫിൽറ്റേഴ്സ്. 3 തരത്തിലാണ് എഫ്ലുവന്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സിസ്റ്റം ഉള്ളത്. അതിൽ ഫസ്റ്റ് സിസ്റ്റത്തിലാണ് സോക്ക് പിറ്റും ഡിസ്പേഷൻ ട്രെഞ്ചും വരുന്നത്. ഇപ്പോ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെഡിമെന്റേഷൻ കം ഡൈജഷൻ ടാങ്ക് ആണ്. അനേറോബിക് സ്ലഡ്ജ് ഡൈജഷൻ ആണ് അവിടെ നടക്കുന്നത്. അതിന്റെ ഇതായിട്ട് ഫോം ചെയ്യുന്ന ഗ്യാസസ് ആണ് ഹൈഡ്രജൻ സൾഫൈഡ്, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു വെന്റ് ഷാഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ചെറിയ യൂണിറ്റ്സിലാണ് ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാറ്. പിന്നെ എഫ്ലുവന്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഉള്ള 3 സിസ്റ്റം ആണ് സോയിൽ അഡ്സോർപ്ഷൻ സിസ്റ്റം, അപ്ഫ്ലോ ഫിൽറ്റേഴ്സ്, ബയോളജിക്കൽ ഫിൽറ്റേഴ്സ്. ഈ സോയിൽ അഡ്സോർപ്ഷൻ സിസ്റ്റം തന്നെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നത് സോക്ക് പിറ്റും ഡിസ്പേഷൻ ട്രെഞ്ചും. ഇനി അതിന്റെ ഡിസൈനിൽ 2-3 എലമെന്റ്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇക്വേഷൻ ഒന്നുമില്ല, ഡെപ്തും വിഡ്ത്തും ഒക്കെ. L/B റേഷ്യോ എന്ന് പറയുന്നത് 2:4 ആണ്. മിനിമം വിഡ്ത്ത് അത് ചോദിക്കാറുണ്ട്. മിനിമം വിഡ്ത്ത്, സെപ്റ്റിക് ടാങ്കിന്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 75 സെന്റിമീറ്ററും
അതുപോലെ മിനിമം ഡെപ്ത്, ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. മിനിമം ഡെപ്ത് എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആണ്. മിനിമം കേസായിട്ട് പറയുന്നത്, റേഞ്ച് അല്ല, മിനിമം ആണ് പറയുന്നത്. ഇനി ഫ്രീ ബോർഡ് ഒരു 30 to 45 സെന്റിമീറ്റർ ആണ് ഫ്രീ ബോർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇൻലെറ്റ് പൈപ്പും ഉണ്ടാവും, അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് പൈപ്പും ഉണ്ടാവും സെപ്റ്റിക് ടാങ്കിന്. അപ്പൊ ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും ഒരു T ഷേപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യാറ്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഔട്ട്ലെറ്റ് ഡയ എന്ന് പറയുന്നത് 10 to 15 സെന്റിമീറ്റർ ഡയ ആയിരിക്കും. പിന്നെ ഫ്ലോറിന് ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാവും. കാരണം സ്ലഡ്ജ് അവിടെ എന്താ എഫിഷ്യന്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു സ്ലോപ്പിൽ വേണ്ട ചെന്ന് വീഴാൻ, അതിനുവേണ്ടി കൊടുത്തേക്കുന്നതാണ് ഫ്ലോറിന്റെ സ്ലോപ്പ് 1:7. പിന്നെ ഡീറ്റൻഷൻ ടൈം 24 to 48 അവേഴ്സ്, അല്ലെങ്കിൽ യൂഷ്വലി 24 അവേഴ്സ് എന്നാണ് ഡീറ്റൻഷൻ ടൈം പറയാറ്. അപ്പൊ ഡീറ്റൻഷൻ ടൈമും മിനിമം വിഡ്ത്ത് മിനിമം ഡെപ്ത് നോക്കുക കേട്ടോ. നമ്മൾ സെപ്റ്റിക് ടാങ്കിന്റെ കേസാണ് പറഞ്ഞ L/B റേഷ്യോ 2:4. മിനിമം വിഡ്ത്ത് മിനിമം ഡെപ്ത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫ്രീ ബോർഡ് കൊടുക്കുന്നത് 30 to 40 സെന്റിമീറ്റർ. പിന്നെ ഇൻലെറ്റിന്റെ ഔട്ട്ലെറ്റിന്റെ ഡയമീറ്റർ കൊടുത്തിട്ട് 10 to 50 സെന്റിമീറ്റർ. ഇൻലെറ്റും ഔട്ട്ലെറ്റ് പൈപ്പിന്റെ ഷേപ്പ് T ഷേപ്പ് ആണ്. ഫ്ലോറിന്റെ സ്ലോപ്പ് 1:7. ഡീറ്റൻഷൻ ടൈപ്പ് 24 to 48 അവേഴ്സ്. ഈ മൂന്നെണ്ണം പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. ആ ചോദിച്ച് കാണാറുണ്ട്. നമ്മുടെ സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഉള്ളതാണ് ഇംഹോഫ് ടാങ്ക്. ഒരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ്. ഇംഹോഫ് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സെയിം ആണ്. ഈ സെപ്റ്റിക് ടാങ്കിന്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആണെന്നുള്ളൂ. സെഡിമെന്റേഷൻ കം ഡൈജഷൻ തന്നെയാണ് ഇവിടുത്തെ പ്രോസസ് എന്ന് പറയുന്നത്. ഇതിന് 2 ചേംബർ ഉണ്ട്. ഇതൊരു ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് പോലെയാ. 2 ചേംബർ ഉണ്ട്. ഇതില് അപ്പർ ചേംബറിൽ നമ്മുടെ സ്ലഡ്ജിന് ഇടും. സ്ലഡ്ജിന് ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പർ ചേംബർ, ഇത് ലോവർ ചേംബർ. അപ്പർ ചേംബറിന് വേറെ പേരുണ്ട്, സെഡിമെന്റേഷൻ ചേംബർ അല്ലെങ്കിൽ ഫ്ലോയിങ് ത്രൂ ചേംബർ. ഈ അപ്പർ ചേംബർ നമ്മുടെ സ്ലഡ്ജിനെ ഇടും. ഈ സ്ലഡ്ജ് ഇവിടെ എന്താ സെഡിമെന്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള എഫ്ലുവന്റിനെ ഈ ലോവർ ചേംബറിലേക്ക് പാസ് ചെയ്യും. അപ്പൊ ഈ അപ്പർ ചേംബറിൽ വളരെ കുറഞ്ഞ വെലോസിറ്റിയിലാണ് നമ്മുടെ അവിടുത്തെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള സ്ലഡ്ജ് ഒക്കെ നന്നായിട്ട് സെറ്റിൽ ചെയ്യും. ബാക്കിയുള്ള എഫ്ലുവന്റിനെ നമ്മുടെ ലോവർ ചേംബർ അല്ലെങ്കിൽ ഡൈജഷൻ ചേംബറിലേക്ക് വിടും. ഈ ഡൈജഷൻ ചേംബറിൽ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അനേറോബിക് ഓർ സെപ്റ്റിക് ഡീകമ്പോസിഷൻ ആണ്. ലോവർ ചേംബറിൽ അനേറോബിക് ഡീകമ്പോസിഷൻ നടക്കുന്ന ചേംബറാണ്. ഈ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അനേറോബിക് ഡീകമ്പോസിഷൻ. അപ്പൊ നമ്മുടെ ഗ്യാസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യില്ലേ, മീഥേൻ ഒക്കെ. അപ്പൊ അതിന്റെ സ്മെല്ലൊക്കെ തിരിച്ച് ഈ സെഡിമെന്റേഷൻ ചേംബറിലേക്ക് കയറാതിരിക്കാനാണ് ഇവിടെ ഒരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇവിടെ ഫോം ചെയ്യുന്ന ഗ്യാസസ് ഈ ഒരു ഏരിയയിൽ, ഇതിനെയാണ് സ്കം ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെന്റ് ഏരിയ എന്നൊക്കെ പറയും. നമ്മൾ വെന്റിലേഷൻ പർപ്പസിനൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്യാസസ് ഒക്കെ ഇവിടെ വന്നിട്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് സ്ലോട്ട് എന്ന് പറയുന്നു. പിന്നെ അതിന്റെ അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഗ്യാസ് വെന്റ് അല്ലെങ്കിൽ സ്കം ഏരിയ. അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസിന്റെ എസ്കേപ്പിന് വേണ്ടി, അനേറോബിക് ഡീകമ്പോസിഷനിൽ ഫോം ചെയ്ത ഗ്യാസിന്റെ എസ്കേപ്പിന് വേണ്ടിയാണ് സ്കം ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ന്യൂട്രൽ സോണിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രൽ സോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്ത സ്ലഡ്ജും ഇവിടെ ഫോം ചെയ്ത സ്കമ്മുകളും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി മുകളിൽ ഒരു 40, ഈ സ്ലോട്ടിൽ നിന്ന് മുകളിലേക്ക് ഒരു 45 സെന്റിമീറ്റർ ഗ്യാപ്പും അടിയിലേക്ക് ഒരു 45 സെന്റിമീറ്റർ ഗ്യാപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ന്യൂട്രൽ സോൺ എന്ന് പറയുന്നത്. അവിടെ ഒന്നുമില്ല, അതുകൊണ്ട് അതിന് ന്യൂട്രൽ സോൺ എന്നാണ് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും നമ്മുടെ ഗ്യാസ് ഒക്കെ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇവിടെ കുറച്ച് സ്ലഡ്ജ് ബാക്കിയായിട്ടുണ്ടാവും. ആ സ്ലഡ്ജിനെയാണ് സീഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. സീഡ് സ്ലഡ്ജ് ലെഫ്റ്റ് ഔട്ട് ഇൻ ബോട്ടം വിച്ച് ഈസ് ഹെവിലി ലോഡഡ് ബൈ അനേറോബിക് ബാക്ടീരിയ. ഇനി ഇവിടെ അനേറോബിക് ബാക്ടീരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ലഡ്ജിനെയാണ് സീഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇംഹോഫ് ടാങ്കിൽ ഇത്രയാണ് നടക്കുന്നത്. അപ്പർ ചേംബർ ഉണ്ട്, ലോവർ ചേംബർ ഉണ്ട്. അപ്പർ ചേംബറിലൂടെ സ്ലഡ്ജിനെ പാസ് ചെയ്യുന്നു. ലോ വെലോസിറ്റി ആയാണ് ഇവിടെ സെഡിമെന്റ് ചെയ്യുന്നു. ബാക്കിയുള്ള എഫ്ലുവന്റിനെ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. ലോവർ ചേംബറിൽ അനേറോബിക് കണ്ടീഷൻ ആണ്. ഡീകമ്പോസിഷൻ നടന്നത് ഗ്യാസസ് സ്കം ഏരിയ അല്ലെങ്കിൽ വെന്റ് പൈപ്പ് വഴി പുറത്തേക്ക് പോകുന്നു.
ബാക്കി ഉള്ള അല്ല അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ ഒരു സ്ലഡ്ജ് പോലെ ഫോം ചെയ്തേക്കുന്നതാണ് സീഡ് സ്ലഡ്ജ്. പിന്നെ ഒരു ന്യൂട്രൽ സോൺ ഉണ്ട്. 45 സ്ലോട്ടിന്റെ മുകളിലേക്കും 45 സ്ലോട്ടിന് താഴേക്കും ഒരു ന്യൂട്രൽ സോണും കൂടെ ഉണ്ടാവും. അവിടെ റിയാക്ഷൻ ഒന്നും നടക്കുന്നുണ്ടാവില്ല. അത്രയാണ് ഇൻഫോ ഓഫ് ടാങ്കിന്റെ കേസിലുള്ളത്. അതിന്റെ ഡീറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് 2 to 4 hours ആണ്. മാക്സിമം ഫ്ലോ ത്രൂ വെലോസിറ്റി എന്ന് പറയുന്നത് 30 cm/min ആണ്. സർഫസ് ലോഡിങ് മാക്സിമം ഓഫ് 30,000 ആണ് കൊടുത്തേക്കുന്നത്. ലെങ്ത് ആൻഡ് വിഡ്ത്തിന്റെ റേഷ്യോ എന്നുള്ളത് 3:1 to 5:1. നോക്കോട്ടെ നിങ്ങൾ. പിന്നെ ഫ്രീ ബോർഡ് 45 cm പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെപ്ത് 2.5 to 3.5 meter ഡെപ്ത് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കണേ. പിന്നെ ഡൈജഷൻ ചേമ്പറിനും 2 ക്രൈറ്റീരിയ കൂടി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്, എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനിൽ ഒന്നുമില്ല, നമ്മുടെ സിലബസിൽ ഉള്ളതിൽ കാര്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എയർ പൊല്യൂഷനില് മെയിൻ ആയിട്ട് സോഴ്സസ്. എയർ പൊല്യൂഷനിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് സോഴ്സസ്. സോഴ്സസില് 2 സോഴ്സ് ഉണ്ട്, നാച്ചുറലും ഉണ്ട്, നമ്മുടെ മാൻമെയ്ഡ് സോഴ്സസും ഉണ്ട്. നാച്ചുറൽ സോഴ്സസ് നമുക്ക് അറിയാവുന്ന സോഴ്സസ്, വിൻഡ് ബ്ലോൺ ഡസ്റ്റ്, നമ്മുടെ കാറ്റൊക്കെ അടിച്ചിട്ടുള്ള ഡസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ സോൾട്ട് പാർട്ടിക്കിൾസ് ഫ്രം സീ വാട്ടറിൽ നിന്നുള്ള സോൾട്ടിന്റെ പാർട്ടിക്കിൾസ്. പിന്നെ എന്തെങ്കിലും മീറ്റോസിന്റെ ഒക്കെ എന്തെങ്കിലും ഇത് മൂലം ഫോം ചെയ്യുന്ന ഡസ്റ്റ്, റിയാക്ഷൻ ഉണ്ടായിട്ട് ഫോം ചെയ്യുന്ന ഡസ്റ്റ്. പിന്നെ മൈക്രോ ഓർഗാനിസംസ്. പിന്നെ നാച്ചുറൽ ആയിട്ട് ഫോം ചെയ്യുന്ന എല്ലാമാണ് നാച്ചുറൽ സോഴ്സസ്, അറിയാലോ. പിന്നെ മാൻമെയ്ഡ് സോഴ്സസിൽ ഉള്ളതാണ് കമ്പഷൻ പ്രോസസ്സ്. കമ്പഷൻ പ്രോസസ്സിൽ ഏതൊക്കെ വരുന്നത്? നമ്മുടെ ഫ്യൂല് ബേൺ ചെയ്തിട്ടുള്ള പ്രോസസ്സ്. എയറോപ്ലെയിന്റെ കേസിലാണെങ്കിലും ഓട്ടോമൊബൈൽസിന്റെ കേസിലാണെങ്കിലും ഇവ നമ്മുടെ നമ്മുടെ വീട്ടിൽ തീ കത്തിക്കുന്നതാണെങ്കിലും കമ്പഷനിൽ വരും. അതൊരു മാൻമെയ്ഡ് പ്രോസസ് ആണ്. പിന്നെ കെമിക്കൽ പ്രോസസ്സ്, ഏതെങ്കിലും കെമിക്കൽ ഇൻഡസ്ട്രീസിലാണ്, കെമിക്കൽ ഇൻഡസ്ട്രി എന്നല്ല, കെമിക്കലായിട്ട് ഈ ഗ്യാസസ് ഒക്കെ ഇവോൾവ് ചെയ്യുന്നത് പേപ്പർ മിൽസിലും ഏത് ഇൻഡസ്ട്രിയിലും ഇവോൾവ് ചെയ്യുന്ന കെമിക്കൽ പ്രോസസ് ആണ്. പിന്നെ പെട്രോളിയം ഓപ്പറേഷൻ, അത് മാൻമെയ്ഡിൽ വരുന്നതാണ്. പെട്രോളിയം ഓപ്പറേഷൻ. മെറ്റലർജിക്കൽ പ്രോസസ്സ്, മിനറൽ പ്രോസസ്സിങ്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും ഒക്കെ നമ്മുടെ മാൻമെയ്ഡിൽ വരുന്നതാണ്. അഗ്രികൾച്ചറലിന്റെ ആക്ടിവിറ്റീസ് വെച്ചാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ എന്താ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യില്ലേ, അപ്പൊ അത് മൂലം എയർ പൊല്യൂഷൻ ഉണ്ടാവാം, ആ ഒരു ഫെർട്ടിലൈസേഴ്സിന്റെ ഡിസ്പേഷൻ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിട്ട്. പിന്നെ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിൽ ഉണ്ടാവുന്ന എഫക്ട്സ്. പൊല്യൂഷൻ 2ആയിട്ട് ഉണ്ട്, നാച്ചുറലും മാൻമെയ്ഡും, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇനി അതിന്റെ ഹ്യൂമൻ ഹെൽത്തിനെ അതെങ്ങനെ അഫക്ട് ചെയ്യുന്നു? അക്യൂട്ട് എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ക്രോണിക് എഫക്ട്സും ഉണ്ട്. അക്യൂട്ടുള്ള എഫക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈം എക്സ്പോഷർ പോലെ പെട്ടെന്ന് നമ്മൾ ഒരു ഇതിനെ ഇപ്പോ എന്തെങ്കിലും പൊല്യൂഷൻ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുവാണെങ്കിൽ അതാണ് അക്യൂട്ട് എഫക്ട്സ്. ഇനി ലോങ് ടൈമിൽ ചെറിയ കോൺസെൻട്രേഷനിൽ നമ്മൾ എന്തെങ്കിലും പൊല്യൂഷനെ ഒക്കെ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ അതാണ് ക്രോണിക് എഫക്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള എഫക്ട്സ് ഉണ്ട്. അക്യൂട്ട് എഫക്ട്സിൽ ഷോർട്ട് ടൈം എക്സ്പോഷർ ടു എയർ പൊല്യൂട്ടൻസ്, ഷോർട്ട് ടൈം ആണ്, പെട്ടെന്ന് ഷോർട്ട് ടൈം എഫക്ട്സ് ടു എയർ പൊല്യൂട്ടൻസ്. ക്രോണിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടൈം ആണ്, പക്ഷെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഒരുപാട് ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ കുറെ നാളായിട്ട് ആ ചെറിയ കോൺസെൻട്രേഷൻ എയർ പൊല്യൂട്ടന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക, അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. ഇനി മേജർ ആയിട്ടുള്ള എഫക്ട്സ് എന്ന് പറയുന്നത് ഇയർ, നോസ്, ത്രോട്ട് ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ക്, അതുപോലെ തന്നെ സിലിക്കോസിസ് എന്ന് പറഞ്ഞ ഡിസീസ്. സിമെന്റ് ഫാക്ടറിയിൽ നിന്നൊക്കെ സിലിക്കയുടെ ഫ്ലൂംസ് ഒക്കെ എക്സ്പോസ് ചെയ്യും, അതിനെ നമ്മുടെ ശരീരത്തിലേക്ക് ഹാനികരമാണ്. അത് അങ്ങനെയാണ് സിലിക്കോസിസ് എന്ന് പറഞ്ഞ ഡിസീസ്, അതൊരു റെസ്പിറേറ്ററി ട്രാക്ക് ഡിസീസ് ആണ്. അതുപോലെ തന്നെ ഫോം ചെയ്യുന്നതാണ് ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസ് പ്ലാന്റിൽ നിന്നൊക്കെയാണ് നമ്മൾ സാധാരണ ആ ഒരു ആസ്ബറ്റോസിസ് എന്ന് പറഞ്ഞ ഒരു ഡിസീസ് നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ്. കാരണം ആസ്ബറ്റോസിന്റെ പൊടിയൊക്കെ നമ്മൾ അതിനെ റെസ്പിറേറ്ററി ട്രാക്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഹാർംഫുൾ ആണ്. പിന്നെ കാർസിനോജനിക് ഏജൻസ് കോസ് ക്യാൻസർ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഏജൻസ് നമ്മൾ കൺസ്യൂം ചെയ്ത. പിന്നെ പോളൻസ്, ക്രോണിക് പൾമണറി ഡിസീസസ് ഒക്കെ നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യാവുന്ന എഫക്ട്സ് ആണ്. ഇനി എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനുള്ള അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. ഒരു 4 മെത്തേഡ്സ് ആണുള്ളത്.
കൺട്രോളിങ് എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വന്നത് പ്രോപ്പർ പ്ലാനിങ് ഓഫ് ഇൻഡസ്ട്രിയൽ ഏരിയ ലൈക്ക് സോണിങ്. അതിനുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസ് ഉള്ള ഏരിയ മൊത്തം ഒരു സോൺ ആക്കുക. നമ്മള് ഫസ്റ്റ് ഒക്കെ പഠിച്ചില്ലായിരുന്നോ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗിലൊക്കെ പറഞ്ഞപ്പോ സോണിങ് നടപ്പിലാക്കുക. ഇൻഡസ്ട്രീസ് മാത്രം ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പിന്നെ റെസിഡൻഷ്യൽ വേറെ ഏരിയ. അങ്ങനെ സോണിങ് അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലോ, ആ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് പിന്നെ അത് അഫക്ട് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡൈലൂഷൻ ഓഫ് സോഴ്സ് ഡിസ്ചാർജ് ബൈ യൂസ് ഓഫ് ടോൾ സ്റ്റാക്ക്. സോഴ്സ് ഡിസ്ചാർജിനെ ഡൈല്യൂട്ട് ചെയ്യാൻ, ഡൈലൂഷൻ ഓഫ് സോഴ്സ് ഡിസ്ചാർജ്. സോഴ്സിനെ നമുക്ക് ആ പൊല്യൂട്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്നത് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊല്യൂട്ടൻസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യില്ലേ, അത് എമിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഹൈറ്റിൽ ഹൈ സ്റ്റാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടാണ്, കുറച്ച് ഹൈറ്റിൽ ആ സ്റ്റാക്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ചെല്ലുമ്പോൾ അവിടെ തന്നെ ഡിസ്പേഷനും ഡൈലൂഷനും ഒക്കെ നടന്നിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ കുറയും. പിന്നെ നമ്മുടെ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്കാണ് അത് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ നമ്മളെ ശരീരത്തിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാകും അതിന് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കില്ല. ഒരുപാട് ഓൾട്ടിറ്റ്യൂഡ് ചെല്ലുമ്പോൾ അത് ഡിസ്പേഷനും ഡൈലൂഷനും ഒക്കെ നടന്ന് അതിന്റെ കോൺസെൻട്രേഷൻ കുറയും. അങ്ങനെ നമുക്ക് സോഴ്സിന്റെ ഡിസ്ചാർജിൽ വെച്ച് തന്നെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്താണ് സോഴ്സ് കറക്ഷൻ മെത്തേഡ്. ഈ മെത്തേഡ് ഇതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട്, സോഴ്സിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ കറക്റ്റ് ചെയ്യണത്, റോ മെറ്റീരിയലിനെ ചേഞ്ച് ചെയ്തുകൊണ്ട്. അപ്പൊ പൊല്യൂട്ടൻസ് ഡിസ്ചാർജ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യണം. റോ മെറ്റീരിയൽ ചേഞ്ച് അത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. പിന്നെ പ്രോസസ് മോഡിഫിക്കേഷനും അടുത്ത എക്യുപ്മെന്റ് ഓഫ് മോഡിഫിക്കേഷൻ, ഓർ റീപ്ലേസ്മെന്റ്. ഈ മൂന്ന് മെത്തേഡ് വഴിയാണ് നമുക്ക് സോഴ്സ് തന്നെ കറക്ഷൻ കൊടുക്കുന്നത്. റോ മെറ്റീരിയലും മാറ്റണം, അതുപോലെ തന്നെ പ്രോസസ്സിൽ മോഡിഫിക്കേഷൻ കൊടുക്കണം, അതുപോലെ എക്യുപ്മെന്റ്സ് നമുക്ക് അങ്ങനെ കോസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് കാരണക്കാര എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യോ റീപ്ലേസ് ചെയ്യോ ചെയ്യണം. ഇനി നാലാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മെത്തേഡാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. അല്ല, നാലാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. നാലാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊല്യൂട്ടൻ ഡിസ്ചാർജിന്റെ റിഡക്ഷൻ കൺട്രോളിംഗ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് റെഡ്യൂസ് ചെയ്യണം. കൺട്രോളിംഗ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കൺട്രോളിംഗ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ പേരും കൂടെ ഉള്ളൂ കേട്ടോ. എക്യുപ്മെന്റ്സ് ഫോർ കൺട്രോളിംഗ് എയർ പൊല്യൂഷൻ, ഗ്രാവിറ്റി സെറ്റിലിംഗ് ചേംബേഴ്സ്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഏതൊക്കെയാന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. ഗ്രാവിറ്റി സെറ്റിലിംഗ് ചേംബർ. രണ്ടാമത്താണ് ഇനേർഷ്യൽ ഓർ ഇമ്പാക്ട് സെപ്പറേറ്റേഴ്സ്, സൈക്ലോൺസ്. സ്പീഡ് കൂടുന്നതനുസരിച്ച് വായിക്കാനേ പറ്റുന്നില്ല അല്ലെ. ഫാബ്രിക് ഫിൽട്ടേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് precipitators, പിന്നെ സ്ക്രബ്ബേഴ്സ്. ഈ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്താണ് നമുക്ക് എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും കൂടി നോട്ട് ചെയ്ത് വെക്കാട്ടെ. ഈ പേര് പഠിക്കണേ. സ്ക്രബ്ബേഴ്സ് അല്ലെങ്കിൽ വെറ്റ് കളക്ടേഴ്സ്. ഈ മൂന്ന് ടോപ്പിക്കാണ് നമ്മുടെ എയർ പൊല്യൂഷനിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഈ ജസ്റ്റ് ഈ മൂന്ന് പേര് പഠിക്കാം കേട്ടോ. ആദ്യത്തെ രണ്ട് ടോപ്പിക്ക് നമുക്ക് അറിയായിരിക്കും. ഈ മൂന്നാമത്തെ ടോപ്പിക്ക് ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ എയർ പൊല്യൂഷന്റെ എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു വാട്ടർ സപ്ലൈ, സാനിറ്ററി എഞ്ചിനീയറിംഗും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതലായിട്ട് നോക്കുക കേട്ടോ. വേറെ ഒന്നും പറയാൻ നമുക്ക് സമയമില്ലോ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചേരെ. ഒത്തിരി വൈകിയില്ലേ. വൈൻഡപ്പ് ചെയ്യാം. Thank you. Thank you. Thank you.